ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് റിവേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഭാഗമാണ്. റിവേഴ്സ് ഓഫ് കേരള. അപ്പോൾ കേരളത്തിലെ നമുക്കറിയാം, കേരളം നദികളാൽ സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മൾ അത്യാവശ്യം ഒരു വലിയൊരു സംസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു മീഡിയം ലെവൽ സംസ്ഥാനം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഈ സംസ്ഥാനത്തിലൂടെ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നദികൾ ഒഴുകുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് റിവേഴ്സ് എന്ന് പറയുന്നത് 44. ഇതിൽ 41 നദികൾ വെസ്റ്റ് ഫ്ലോയിങ്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ 3 നദികൾ, 41 ശേഷമുള്ള ബാക്കി 3 നദികളാണ് ഈസ്റ്റ് ഫ്ലോയിങ്, കിഴക്കോട്ട് ഒഴുകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ കേരളം ഇങ്ങനെയാണ് കിടക്കുന്നത് എന്ന് വിചാരിക്കും നിങ്ങൾ അല്ലേ. മിക്കവാറും എല്ലാവരും ഇങ്ങനെ വെസ്റ്റിലോട്ട് പോയിട്ട് ഇവിടെ അറേബ്യൻ സീയിലേക്കാണ് വരുന്നത്. ചില ആളുകൾ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ മാത്രം എവിടേക്ക് ഒഴുകുന്നുണ്ട്, കിഴക്കോട്ട് ഒഴുകി എങ്ങിട്ട് കിടക്കുന്നുണ്ട്, അടുത്ത അപ്പുറത്തുള്ള സംസ്ഥാനത്തിലേക്ക് കിടക്കുന്നുണ്ട്. ഒരാൾ കർണാടകയിലേക്കാണ് കിടക്കുന്നത്, ബാക്കി 2 ആളുകളും എവിടേക്കാണ് കിടക്കുന്നത്, തമിഴ്നാട്ടിലേക്കാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ഈസ്റ്റ് ഫ്ലോയിങ് റിവറുകൾ എന്ന് പറയുന്നത് കബനിയാണ് ഒരു നദി. അതാണ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ. ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് കബനി നദിയാണ്. പിന്നെ ഭവാനി നദിയുണ്ട്, പാമ്പാറും ഉണ്ട്. പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും ചെറിയ നദി. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ല ആ ഭാഗത്ത് നിന്ന് വിശ്വസിക്കുകയാണ്. ഇനി കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളമേറിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ ആകെയുള്ള നീളം എന്ന് പറയുന്നത്. ഇത് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭാരതപ്പുഴയാണ് 2ാം സ്ഥാനത്ത്, 209 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ ഈ 2 നദികളാണ് അടിസ്ഥാനപരമായിട്ട് 200 കിലോമീറ്ററിനും മുകളിൽ, 200 കിലോമീറ്റേഴ്സിൻ്റെയും മുകളിൽ നീളമുള്ള 2 നദികളാണ് നമുക്കുള്ളത്. അതെന്ന് പറയുന്നത് പെരിയാറും ഭാരതപ്പുഴയും മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം പ്രത്യേകം എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ആദ്യത്തെ ഒരു 4 അല്ലെങ്കിൽ 5 നദികൾ ആരെല്ലാമാണ് ലെങ്ത് പ്രകാരം എന്ന് ഓർക്കുകയാണെങ്കിൽ, ആദ്യ 2 സ്ഥാനം നമ്മൾ കണ്ടു, പെരിയാറിനും ഭാരതപ്പുഴയ്ക്കുമാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു. 3ാം സ്ഥാനം പമ്പാ നദിക്കാണ്, 176 കിലോമീറ്റർ ആണ്. 4ാം സ്ഥാനം ചാലിയാറിനാണ്, 169 കിലോമീറ്റർ ആണുള്ളത്. ഇനി അപ്പുറത്തേക്ക് അടുത്ത കുറച്ച് സ്ഥാനങ്ങൾ കൂടി പറയണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം ചാലക്കുടി പുഴയാണ് വരുന്നത്. ചാലക്കുടി പുഴയാണ് അടുത്ത ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. ചാലക്കുടി പുഴയ്ക്ക് ഏതാണ്ട് 130 കിലോമീറ്റർ ഉണ്ട്. ഇത് ചെറിയൊരു ഇഷ്യൂ വരും, നമ്മളതിനി കാണും. അത് പെരിയാറിൽ പോയി ചേർന്നിട്ടുള്ള ലെങ്ത് കൂടി കണക്കാക്കിയിട്ട് ചിലർ 146, 145 എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചാലക്കുടി പുഴ മാത്രമായിട്ട് നോക്കുമ്പോൾ 130 കിലോമീറ്റർ ആണ് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു അളവെന്ന് പറയുന്നത്. പിന്നെ കടലുണ്ടി പുഴയാണ് അടുത്ത സ്ഥാനത്തും, ഏതാണ്ട് 130 തന്നെയാണ് അതിൻ്റെയും എന്ത് വരുന്നത്, നീളം വരുന്നത്. കടലുണ്ടി പുഴ വരുന്നുണ്ട്, അതിൻ്റെ നീളവും ഏതാണ്ട് 130 കിലോമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നീളങ്ങൾ നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോയിക്കൊണ്ടിരിക്കും. ഇതെന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലൊരു കണക്കനുസരിച്ച് സാധാരണഗതിയിൽ ഒരു നദി എന്ന് പറയുമ്പോൾ എന്തിനെയാണ് എന്താ പറയുക, റിവറായിട്ട് കണക്കാക്കുന്നത്? കേരളത്തിൽ ഏതൊരു ഒഴുക്കിനെയാണ് റിവർ എന്ന തലത്തിൽ കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 15 കിലോമീറ്ററിനും മുകളിൽ, മനസ്സിലാവുന്നുണ്ടോ, 15 കിലോമീറ്ററിനും മുകളിലേക്ക് നീളമുള്ള നീരൊഴുക്കുകളെയാണ്, വാട്ടർ കോഴ്സുകളെയാണ് എന്തായിട്ട് കണക്കാക്കാറുള്ളത്, നമ്മൾ റിവറുകളായിട്ട്, നദികളായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത് എന്ന കാര്യം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ, അതിലും സംശയങ്ങളില്ലല്ലോ. സോ റിവേഴ്സ് എന്ന് പറയുമ്പോൾ 15 കിലോമീറ്ററിന് മുകളിലേക്ക് നീളമുള്ളവയാണ് നമ്മളിവിടെ നദികൾ എന്ന തലത്തിൽ നമ്മൾ കണക്കാക്കുന്നത്. ഇനി റിവേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും അധികം നദികളുള്ള ജില്ല എന്ന് പറയുന്നത് കാസർഗോഡിനെയാണ്. കാസർഗോഡിൽ ഏതാണ്ട് എത്രയുണ്ട്, 12ഓളം എന്തുണ്ട്, 12ഓളം നദികളുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമാണല്ലോ, അതിൽ സംശയമില്ലല്ലോ. സോ 12ഓളം നദികളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെയുള്ളത്. കാസർഗോഡിൽ നമ്പർ ഓഫ് റിവേഴ്സ് എന്ന് പറയുന്നത് 12 ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ, സംശയങ്ങളൊന്നുമില്ലല്ലോ, ആ ഭാഗം കൃത്യമാണ് എന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്, സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോയാലോ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. പെരിയാർ റിവർ, ആദ്യത്തെ നമ്മുടെ റിവർ, നമ്മൾ പഠിക്കാൻ പോകുന്ന റിവർ എന്ന് പറയുന്നത് പെരിയാർ റിവർ ആണ്. എന്താണ് പെരിയാർ റിവറിന്റെ പ്രത്യേകത? പെരിയാർ റിവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 244 കിലോമീറ്റർ നീളത്തിലേക്ക് പോകുന്ന 244 കിലോമീറ്റർ നീളത്തിലേക്ക് പോകുന്ന കേരളത്തിലെ ഏറ്റവും നീളമേറിയ
ലാർജസ്റ്റ് ആയിട്ടുള്ള നദിയാണ് ഏത് എന്ന് പറയുന്നത്? പെരിയാർ നദി. അത് ലോങ്ങസ്റ്റ് മാത്രമല്ല ലാർജസ്റ്റ് നദി കൂടിയാണ്. അതായത് അതിലൊഴുകുന്ന വെള്ളവും അത്രയധികമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വെള്ളത്തിന്റെ അളവ് ആണ് ലാർജസ്റ്റ് എന്നുള്ള വാക്ക് വരുമ്പോൾ അത്രത്തോളം വെള്ളം അതിൽ എന്ത് ചെയ്യുന്നു, ഒഴുകിപ്പോകുന്നു എന്നതിനാണ് ലാർജസ്റ്റ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലോങ്ങസ്റ്റ് വെച്ച് കഴിയുമ്പോൾ ജസ്റ്റ് നീളമാണ്. ഓക്കെ, രണ്ട് തരത്തിലും പെരിയാർ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനി വളരെ പണ്ട് കാലത്തെ പുസ്തകങ്ങളിൽ ഒരു PSCയുടെ സ്ഥിരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലെ ചോദ്യങ്ങളിലൊന്നായിരുന്നു ഇത്. ചൂർണിയാർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏത് നദിയായിരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം വരാറുണ്ടായിരുന്നു. അപ്പൊ ചൂർണിയാർ എന്നുള്ള പേരിൽ പണ്ട് ഇത് ഇതിലായിരുന്നു ഒരു അർത്ഥശാസ്ത്രം. ഏതിലാണ്? ചൂർണിയാർ എന്ന് ആൻഷ്യൻ പേരിൽ പെരിയാർ അറിയപ്പെട്ടിരുന്നു. ഇത് ഏത് എന്താ പറയുക, ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ ഒരു പേരുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മളുടെ കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രം അല്ലെ? കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് ഏത് പേരുണ്ടായിരുന്നത്? ഈ ഒരു ചൂർണിയാർ എന്ന പേരിലെ പെരിയാറിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പേരുണ്ടായിരുന്നു. അതെന്തായിരുന്നു? പൂർണ്ണ എന്ന് പറയുന്ന ഒരു പേരുണ്ടായിരുന്നു. എന്താണ് പൂർണ്ണ എന്നുള്ള പറയുന്ന പേര്? ആരാണ്? ശങ്കരാചാര്യർ അല്ലെ? ശങ്കരാചാര്യർ എന്ത് ചെയ്യും? ശങ്കരാചാര്യർ നമുക്കറിയാം അല്ലെ? നമ്മുടെ ഇവിടുന്ന് ജനിച്ച് പോയി പിന്നെ അദ്വൈത വേദാന്തത്തിലൂടെ ഒരുപാട് ഡിബേറ്റുകൾ നടത്തി ആ കാലഘട്ടത്തിലെ ഒരുപാട് ചിന്തകരെ എന്താണ് കടന്ന് സർവജ്ഞപീഠം കയറിയ ആളാണ് ശങ്കരാചാര്യർ എന്ന് പറയുന്നത്. അപ്പൊ ശങ്കരാചാര്യർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്ന് തന്നെയാണ്? നമ്മളുടെ ഈ ഒരു തീരത്ത് നിന്ന് തന്നെയാണ്. അപ്പൊ അദ്ദേഹം അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന, ആ നദിയെ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പൂർണ്ണ എന്ന പേരിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുണ്ടോ? പൂർണ്ണ എന്ന പേരിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ലോങ്ങസ്റ്റ് നദിയാണെന്ന് പറഞ്ഞു, ലാർജസ്റ്റ്. ഈ ലാർജസ്റ്റിന്റെ അർത്ഥം എന്താണ്? പ്രത്യേകം ഓർക്കണം. വാട്ടർ കണ്ടന്റ്, എത്രത്തോളം വെള്ളം അല്ലെങ്കിൽ വാട്ടർ കപ്പാസിറ്റി എന്ന് നമുക്ക് പറയാം. എത്രത്തോളം വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരി ചെയ്യുന്നുണ്ട് എന്നതാണ്. അപ്പോൾ വെള്ളം ക്യാരി ചെയ്യുന്ന അളവിലും ആര് തന്നെയാണ്? പെരിയാറിന് തന്നെയാണ് ഒന്നാം സ്ഥാനം എവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ പെരിയാർ അടിസ്ഥാനപരമായിട്ട് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താ അറിയോ നിങ്ങൾക്ക്? ലൈഫ് ലൈൻ ഓഫ് കേരള. എന്താണ് ലൈഫ് ലൈൻ ഓഫ് കേരള? നമ്മുടെ കേരളത്തിന്റെ ഒരു ജീവിത എന്താ പറയുക രേഖ എന്ന രീതിയിൽ, അത് കേരളത്തിന് ഒരു ലൈഫ് കൊടുക്കുന്ന നദി എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതെന്തെങ്കിലും ഒരു കാരണം കൊണ്ടല്ല. നോക്കൂ, ഏറ്റവും നീളമേറിയ നദി ആയതുകൊണ്ട് തന്നെ അത്രയധികം ആളുകൾ അതിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും അല്ലെ? അതായത് ഇറിഗേഷന് വേണ്ടി ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കാണാൻ സാധിക്കും. ഇഷ്ടം പോലെ നമുക്ക് ഡാമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അതായത് ദ റിവർ വിത്ത് മോസ്റ്റ് നമ്പർ ഓഫ് ഡാംസ്, ഏറ്റവും അധികം ഡാംസ്, മോസ്റ്റ് നമ്പർ ഓഫ് ഡാംസ് ഉള്ളത് എവിടെയാണ്? പെരിയാറിലാണ്. ഏറ്റവും അധികം ഡാംഡ് ആയിട്ടുള്ള, ഏറ്റവും അധികം ഡാമുകൾ കെട്ടിയിട്ടുള്ള നദി എന്ന് പറയുന്നത് ഏതാണ്? പെരിയാർ നദിയാണ്. ഇത് ഇറിഗേഷന് വേണ്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെ എന്താണ്? കുടിവെള്ളവും മറ്റു കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ഡൊമസ്റ്റിക് യൂസേജിന് വേണ്ടിയിട്ടുള്ള ഡാമുകൾ അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ, നമ്മുടെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്ന് പറയുന്നത് ഏതാണ്? ഇടുക്കി ആർച്ച് ഡാം നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? പെരിയാറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ പ്രത്യേകതകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഊർജ്ജം അവിടെ വരുന്നു. പിന്നെ ആലുവ ഏരിയയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ആലുവയുടെ ഏരിയയിലാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ മുഴുവൻ കിടക്കുന്നത് അല്ലെ? കേരളത്തിന്റെ 25% ഇൻഡസ്ട്രിയൽ ഏരിയയും കിടക്കുന്നത് എവിടെയാണ്? ആലുവയിലെ ഈ ഒരു ആലുവയുടെ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിലാണെങ്കിൽ പെരിയാറിന്റെ തീരത്തുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മുടെ കേരളത്തിന്റെ 25% ഇൻഡസ്ട്രിയൽ ഏരിയ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ ഉള്ള എന്താ പറയുക ഇൻഡസ്ട്രിയൽ ഏരിയ, ഇലക്ട്രിസിറ്റിയുടെ ഉൽപാദനം, ഇറിഗേഷൻ പർപ്പസുകൾ, ഡൊമസ്റ്റിക് യൂസേജിനുള്ള എന്താ പറയുക കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും അധികം എന്താ പറയുക ട്രിബ്യൂട്ടറീസ് വന്ന് ചേരുന്ന ഒരു നദി ഏതാണ്? അതും നമ്മളുടെ ഈ ഒരു പെരിയാർ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ട്? ഏറ്റവും അധികം ട്രിബ്യൂട്ടറീസ്, ദ റിവർ വിത്ത് മോസ്റ്റ് നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസ് ഇൻ കേരള എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊല്യൂഷൻ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലേക്ക് വരാറുണ്ട്. പൊല്യൂഷൻ വലിയൊരു പ്രശ്നം തന്നെയാണ് പെരിയാറുമായി ബന്ധപ്പെട്ടിട്ട്. അത് നമ്മൾ പലപ്പോഴും അത് ന്യൂസ് വരും, പിന്നെ എന്താണ് അത് ന്യൂസ് അല്ലാണ്ടായി പോകും എന്നുള്ള തലത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പോവാറുള്ളത്. ആരും അത് കൃത്യമായിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് അത് ശരിയാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഇപ്പോഴും പെരിയാറിൻ്റെ ഒരുപാട് ഇടങ്ങൾ എന്താണ് മലിനീകരിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ള കാര്യം കൂടി ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഇനി എവിടേക്കാണ് പെരിയാർ പോയിട്ട് വീഴുന്നത്? അത്
വേമ്പനാട് ലേക്കിലേക്കാണ്. വേമ്പനാട് കായലിലേക്കാണ് പെരിയാർ പോയിട്ട് എന്ത് ചെയ്യുന്നത്? പെരിയാർ പോയിട്ട് പതിക്കുന്നത് എന്ന കാര്യം കൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? കൃത്യമാണല്ലോ ഈ ഭാഗങ്ങൾ. ഇനി എവിടെ നിന്നാണ് പെരിയാറിന്റെ ഉത്ഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. എവിടെ നിന്നാണ് ഇത് അറിയപ്പെടുന്നത്? ഈ സ്ഥലം അറിയപ്പെടുന്നത്, പെരിയാർ ഉത്ഭവിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് ചൊക്കംപട്ടിമല എന്ന പേരിലാണ്. എന്താണ് അറിയപ്പെടുന്നത്? ചൊക്കംപട്ടിമല. എന്താണ് ചൊക്കംപട്ടിമല? എവിടെയാണ് ഈ ചൊക്കംപട്ടിമലയുള്ളത്? ചൊക്കംപട്ടിമല സ്ഥിതി ചെയ്യുന്നത് ശിവഗിരി ഹിൽസിന്റെ ഭാഗമായിട്ടാണ്. എവിടെയാണ്? ശിവഗിരി ഹിൽസ്. തമിഴ്നാടിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, തമിഴ്നാടിന്റെ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഈ അടുത്തെന്നല്ല, കുറച്ചു കാലം മുമ്പ് എന്താ പറയുക, സുപ്രീം കോടതിയിലും മറ്റും എന്താ പറയുക ഒരു വാദം, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വാദം കേട്ട സമയത്ത് തമിഴ്നാട് ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിന്റെ ആ ഭാഗം ഉണ്ടല്ലോ, മുല്ലപ്പെരിയാറിന്റെ കാര്യമാണ്. അത് എങ്ങനെയാണ് ഒഴുകി വരുന്നത്? അത് ഒഴുകി വരുന്നത് കംപ്ലീറ്റ്ലി കേരളത്തിൽ നിന്ന് തന്നെ ഒഴുകിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മുല്ലപ്പെരിയാർ പോകുന്നത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തമിഴ്നാടും അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ശിവഗിരി ഹിൽസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പെരിയാർ ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആ ഭാഗം ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടോട്ടൽ കാച്ച്മെന്റ് ഏരിയ ഓഫ് പെരിയാർ എന്ന് പറയുന്നത് 5398 സ്ക്വയർ കിലോമീറ്റർ ആണ്. ടോട്ടൽ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ഉത്ഭവത്തിന്റെ അതായത് അത് എന്താ പറയുക, മഴയെല്ലാം ലഭിച്ച അതിന്റെ കാച്ച്മെന്റ് ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഭാഗങ്ങൾ 5398 സ്ക്വയർ കിലോമീറ്റർ വരും പെരിയാറിന്റെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആലോചിക്കുക. ഇനി പെരിയാറിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് മുതിരപ്പുഴ, മുല്ലയാറ്, ചെറുതോണി, അതുപോലെ തന്നെ ഏതാണ്? പെരിഞ്ഞൽകുട്ടി, എടമലയാറ്, തൊട്ടിയാറ്, പെരുംതുറയാറ്, കട്ടപ്പനയാറ്. ഇതെല്ലാം ട്രിബ്യൂട്ടറീസ് ആണ്. ഇനിയും ട്രിബ്യൂട്ടറീസ് വേണമെങ്കിൽ പറയാം, പക്ഷേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ട്രിബ്യൂട്ടറീസ് എന്ന തലത്തിൽ നോക്കുന്ന സമയത്ത് ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ് നമ്പർ ഓഫ് ഡാംസ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കേരളത്തിലെ പെരിയാർ എന്ന് പറയുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകൾ ധാരാളമുണ്ട്. ഏറ്റവും ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആയിട്ടുള്ള പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേരിയമംഗലം, ലോവർ പെരിയാർ, ഇത്തരത്തിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകളെല്ലാം നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് പെരിയാറിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് എന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ പറഞ്ഞു ചൊക്കംപട്ടി മല അഥവാ ശിവഗിരി ഹിൽസ് അല്ലെ, ശിവഗിരി ഹിൽസ്, ചൊക്കംപട്ടി, ഇതിൽ രണ്ടിൽ ഏത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് രണ്ടുമാണ് നമ്മളുടെ ഒറിജിൻ പോയിന്റ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം എന്തായിരുന്നു? കാച്ച്മെന്റ് ഏരിയയുടെ അളവ്. ട്രിബ്യൂട്ടറീസിന്റെ പേര് എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇത് പെരിയാറിന്റെ ട്രിബ്യൂട്ടറി ആണെന്ന് ഓർക്കുക. അല്ലാണ്ട് നിങ്ങൾ ഇത് മുഴുവൻ ഇരുന്ന് എന്ത് ചെയ്യേണ്ട? മൊത്തത്തിൽ ഇരുന്നിട്ട് കാണാണ്ടിരുന്ന് മുഴുവൻ പഠിക്കണമെന്ന് എന്താണ് നിർബന്ധമില്ല. ഓക്കെ, ഇനി പള്ളിവാസലിനെ കുറിച്ച് എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആയിരുന്നു. 940 കമ്മീഷൻ ചെയ്യുന്നത്. നമ്മുടെ സർ സി പി എന്ന് പറയില്ലേ, സി പി രാമസ്വാമി അയ്യർ, നമ്മുടെ സർ സി പി എന്ന് പറയില്ലേ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? അത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത് സർ സി പി രാമസ്വാമി അയ്യരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം പിന്നെ പതുക്കെ അത് ഫസ്റ്റ് യൂണിറ്റ്, ആദ്യത്തെ യൂണിറ്റ് ഇനാഗുറേറ്റ് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ സമയത്ത്. പിന്നെ സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റും ഒക്കെ പിന്നീട് 941, 42 അടുത്തടുത്ത വർഷങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇനാഗുറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് പോകുന്നുണ്ട്. അതും എന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ മുതിരപ്പുഴ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ മുതിരപ്പുഴയിലും അതുപോലെ തന്നെ ഫസ്റ്റ് വൺ, ഈ മുതിരപ്പുഴയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിസർവോയർ പോലെ, ഒരു ഡാം പോലെ എന്ത് ചെയ്യുന്നുണ്ട്? കെട്ടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതൊരു ഹെഡ് വർക്ക്സ് ഡാം എന്ന് പറയും. ഹെഡ് വർക്ക്സ് ഡാം എന്നൊക്കെ പറയും. ഈ മുതിരപ്പുഴയിൽ ഇത് കെട്ടുന്നതൊക്കെ എപ്പോഴാണ്? മൂന്നാറിന്റെ സൈഡിലാണ് ഇത് കെട്ടുന്നത്, ഈ ഡാം കെട്ടുന്നത്. ഇതും എപ്പോഴാണ്? 944 രാമസ്വാമി അയ്യർ തന്നെയാണ് ഈ മുതിരപ്പുഴയിലുള്ള ഈ ഒരു ഡാം എന്ത് ചെയ്യുന്നത്? അതും കെട്ടുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ പള്ളിവാസലിന്റെ കാര്യം എന്ത് ചെയ്യുക? 940 തുടങ്ങിയത് ആദ്യത്തെ നമ്മളുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എന്ന തലത്തിൽ പ്രത്യേകം ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഭാഗവും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മേജർ ഡാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. മുല്ലപ്പെരിയാർ, പൊന്മുടി, ഇടുക്കി, ഭൂതത്താൻകെട്ട്, ഇടമലയാർ, ചെറുതോണി, കല്ലാർകുട്ടി, കുളമാവ്, ചെങ്കുളം, കുണ്ടല, ഇരട്ടയാറ്, ആനയിറങ്ങൽ, മാട്ടുപ്പെട്ടി. ആനയിറങ്ങൽ എന്നാണ്, ആനയിറങ്ങൽ, മാട്ടുപ്പെട്ടി. ഇവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? നിങ്ങളിപ്പോൾ മൂന്നാർ വഴിക്ക് അങ്ങോട്ട് വട്ടവട അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ മാട്ടുപ്പെട്ടി ഡാമിന്റെ അതിന്റെ മുകളിൽ കൂടെ നമ്മൾ അതിന്റെ ത്രൂ അത് ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ മാട്ടുപ്പെട്ടി കൂടെ പോകും. അതൊരു സ്പിൽ വേന്നോ ഡാമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അതിന്റെ മുകളിൽ കൂടെ ഡ്രൈവ് ചെയ്തിട്ടൊക്കെ നമ്മൾ പോകും. അപ്പോൾ ഇവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? പെരിയാറിൻ്റെതായിട്ടുള്ള മറ്റ് കൈവഴികളിലുമൊക്കെ നമ്മൾ കെട്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഡാമുകളാണ് ഈ പറയുന്നവയെല്ലാം എന്ത് ചെയ്യുക? മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക.
ഓക്കെ, ഭാരതപ്പുഴയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പെരിയാറിന്റെ ചരിത്രത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ചിലപ്പോൾ, ഉറപ്പില്ല, ചിലപ്പോൾ എന്ത് ചെയ്യാൻ വരാം. ഇതിൽ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മളുടെ പെരിയാറിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു, നോക്കൂ, പെരിയാർ പോയി ചേരുന്ന സ്ഥലത്ത് മുസിരിസ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലെ. പെരിയാർ പോയി ചേർന്നുണ്ടായിരുന്ന അവിടെ മുസിരസ് പോർട്ട് ഉണ്ടായിരുന്നു പണ്ട്. ഈ മുസിരസ് പോർട്ടിന്റെ ഒരു ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതായത് മുസിരിസ് പോർട്ടിന് ഒരു ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഈ മുസിരിസ് പോർട്ട് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോഴത്തെ കൊച്ചിയുടെ കുറച്ച് മുകളിലായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂരൊക്കെ ഇല്ലേ, കൊടുങ്ങല്ലൂരിൻ്റെ ഒക്കെ കുറച്ച് അടുത്തായിട്ട് താഴെയായിട്ട് അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ മുസിരിസ് ഉണ്ടായിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ മുസിരിസ് പോർട്ടായിരുന്നു ഏറ്റവും അധികം ആളുകൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ അന്നത്തെ ഒരു പോർട്ട്. അന്ന് കേരളമൊന്നുമില്ല, എന്നാലും ആ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ പോർട്ട് അതായിരുന്നു. പിന്നീടാണ് എന്തുണ്ടാകുന്നത്, 1341 അതിശക്തമായിട്ടുള്ളൊരു പ്രളയം ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 1341 പെരിയാർ റിവറിൽ ഒരു വലിയ എന്തുണ്ടാവുകയാണ്, ഒരു ഫ്ലഡ് ഉണ്ടാവുകയാണ്. ഇത് അതിഭീകരമായിട്ടുള്ള രീതിയിൽ എന്താ പറയുക ഒരു വെതർ ഇവന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. 1341 ഈ ഒരു പ്രളയത്തിൽ അതിശക്തമായിട്ട് എന്ത് ചെയ്യുകയാണ്, വലിയ രീതിയിൽ പെരിയാറിൽ വെള്ളം പൊങ്ങുകയാണ്. അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ ഒരു എന്തുണ്ടാവുകയാണ്, ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ഇതിനെ എന്താ പറയുക ഒരു പുതുവൈപ്പ് എറ എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇവന്റിനെ പറയാറുള്ള മറ്റൊരു പേരാണ് പുതുവൈപ്പ് എറ. പുതുവൈപ്പ് എറ എന്ന് പറയാറുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അല്ലെങ്കിൽ എന്താണ്, എറ ഓഫ് ന്യൂ ഡെപ്പോസിറ്റ്, പുതുവൈപ്പ്. മനസ്സിലാവുന്നുണ്ട്? പുതുവൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂ ഡെപ്പോസിറ്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് മീനിങ്. എന്താണ് ഡെപ്പോസിറ്റ് ചെയ്തത് കൊണ്ടുവന്നിട്ട്, മുകളിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ മണ്ണും ചെളിയും എല്ലാം കൂടി എന്ത് ചെയ്യുകയാണ്, കൊണ്ടുവന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ കുറിച്ചിട്ടുള്ള ഈ ഡെപ്പോസിറ്റ് ചെയ്ത സാധനങ്ങളിൽ ഖനനം നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഖനനം നടത്തിയിട്ടാണ് ആർക്കിയോളജിക്കലി ഉള്ള എന്താ പറയുക ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതായത് കൊടുങ്ങല്ലൂര്, നോർത്ത് പറവൂര്, ഈ ഏരിയകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആർക്കിയോളജിക്കൽ സർവേ എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ട്. ഈ നടത്തുന്ന എന്താ പറയുക ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയനാണ് പട്ടണത്തിൽ നിന്ന് കിട്ടി, പട്ടണം ഫൈൻഡിങ്സ് എന്നാണ് അറിയപ്പെടുക. അപ്പൊ പട്ടണം എക്സ്കവേഷൻ നടത്തിയത് ഏത് നദിയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ പട്ടണം എക്സ്കവേഷൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എക്സ്കവേഷൻസ്, പട്ടണം എക്സ്കവേഷൻസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവ അറിയപ്പെടുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ, നോർത്ത് പറവൂർ ഏരിയകളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സ്കവേഷൻസ് ഒക്കെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക വൈപ്പിൻ ഐലൻഡ്, ഫോർട്ട് കൊച്ചി ഏരിയ, ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പഠനങ്ങളും മറ്റുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി എന്താ അവിടെ നടന്നത്, വലിയ അളവിൽ മുകളിൽ നിന്ന് ഒഴുകി വന്നിട്ടുള്ള ചെളിയും മണ്ണും ഒക്കെ വന്നിട്ട് അഴിമുഖം, ഈ നമ്മളുടെ എന്താ പറയുക ഈ പോർട്ടിലേക്ക് എന്ത് വരണം, കപ്പലുകൾക്ക് വന്ന് അടുക്കാൻ ആഴം വേണം. ഇത് മുഴുവൻ എന്ത് ചെയ്യുകയാണ്, ഈ കുത്തിയൊലിച്ച് വന്ന മണ്ണും ചെളിയും എല്ലാം കൂടി അത്രയും, അതായത് നോക്കൂ, എപ്പോഴും മണ്ണും ചെളിയും വന്ന് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യും, ഇവിടുത്തെ തിരമാലകളും ബാക്കി നാച്ചുറൽ പ്രോസസ്സും പലപ്പോഴും എന്ത് ചെയ്യും, ഇവയെ മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് ബാലൻസ് ചെയ്തു പോകും. പക്ഷെ ഈ നടന്ന 341 ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ആരാലും മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ചെളിയും മണ്ണും വന്നിട്ട് എന്താണ്, സിൽട്ടേഷൻ എന്ന് പറയും. സിൽട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ സിൽട്ടേഷൻ എന്നാണ് ആ ഇംഗ്ലീഷ് പറയുക. ഈ സിൽട്ടേഷൻ വലിയ അളവിൽ നടക്കുകയും എന്ത് സംഭവിക്കുകയുമാണ്, ആ നമ്മളുടെ മുസിരിസ് എന്ന് പറയുന്ന ഈ ഒരു നാച്ചുറൽ പോർട്ട് എന്ത് ചെയ്യപ്പെടുകയാണ്, അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുക, അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് ഏത് പോർട്ട് പ്രൊമിനൻസിലേക്ക് കയറി വരുന്നത്, കൊച്ചി ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് ആയിരുന്നില്ല. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് നമ്മൾ കൊച്ചി പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഫ്ലഡാണ് എന്ത് ചെയ്യുന്നത്, കൊച്ചിൻ പോർട്ട് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വേമ്പനാട് എന്താ പറയുക കായൽ, ആ എച്ചോറി ഉണ്ടാവുന്നില്ലേ, ഇതെല്ലാം ഉണ്ടാകാനുള്ള തലത്തിലേക്കുള്ള ഒരു എന്താ പറയുന്നത് കാര്യങ്ങളിലേക്ക് നയിച്ചത് ഇതാണ് എന്നെന്താണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പുതിയ കുറേ അധികം ഐലൻഡുകൾ, ഇപ്പം നമ്മൾ വൈപ്പിൻ ഐലൻഡ് പറയാറുണ്ട് അല്ലെ, വൈപ്പിൻ ഐലൻഡ് പറയാറുണ്ട് അല്ലെ, പുതുവൈപ്പ് എന്ന് ഇവിടെയും കാണാം നിങ്ങൾ അല്ലെ. അപ്പൊ വൈപ്പിൻ ഐലൻഡ്, ഈ വൈപ്പിൻ ഐലൻഡ് ഉണ്ടായി എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക പ്രളയത്തിൽ വന്നു ചേർന്ന ആ ഡെപ്പോസിറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വൈപ്പിൻ ഐലൻഡ് ഒക്കെ പിന്നീട് എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്.
അത്രയ്ക്ക് അളവിലാണ് എന്ത് ചെയ്യുന്നത്, സോയിൽ ഡെപ്പോസിഷൻ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്ര ശക്തമായിട്ടുള്ള പ്രളയമാണ് ഉണ്ടായത് എന്ന് കൂടി എന്ത് ചെയ്യുക, ആലോചിക്കുക. അപ്പോൾ ഇതാണ് 1341 പ്രളയത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി അതല്ലാണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രളയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതറിയപ്പെടുന്നത് 99 ഫ്ലഡ് എന്നാണ്. ഫ്ലഡ് ഓഫ് 99 എന്നാണ് അറിയപ്പെടുക. എന്താണ്? ഫ്ലഡ് ഓഫ് 99 എന്നറിയപ്പെടും. അല്ലെങ്കിൽ എന്താണ്? 99 വെള്ളപ്പൊക്കം എന്ന് എന്ത് ചെയ്യും, ഇതിനെ വിളിക്കാറുണ്ട്. തകഴിയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു കഥയൊക്കെ എഴുതി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാകും. അതായത് ഒരു നായ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതിനെ കുറിച്ചൊക്കെ ആയിട്ടുള്ള ഒരു കഥയുണ്ടായിരുന്നു. 99 വെള്ളപ്പൊക്കം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്? കാരണം മലയാള വർഷം 1099, ഇംഗ്ലീഷ് വർഷം 1924 ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇംഗ്ലീഷ് ഇയർ 1924, മലയാളം മന്ത് 1099. ഈ മലയാളം മന്ത് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, 99 പ്രളയം അല്ലെങ്കിൽ 99 വെള്ളപ്പൊക്കം, ഫ്ലഡ് ഓഫ് 29 എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, ഇത് അറിയപ്പെടുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ പെരിയാറുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് എന്താണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സംസാരിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇയർ ഓഫ് എന്താ പറയുക, ഗ്രേറ്റ് ഫ്ലഡ് ഓഫ് പെരിയാർ 1341 എന്നെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 1341. പിന്നെയുള്ളത് 1924 പ്രളയമായിരുന്നു. അത് 1099 മലയാളം മാസമായതുകൊണ്ട് 99 വെള്ളപ്പൊക്കം എന്നുകൂടി അറിയപ്പെടുന്നു. 341 ഈ പ്രളയമാണ് മുസിരിസിനെ എന്ത് ചെയ്യുന്നത്, ഇല്ലാണ്ടാക്കുന്നത്. അതിനുശേഷം ഈ മുസിരിസിൽ പിന്നീട് നടന്ന എക്സ്കവേഷൻസിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് എന്താണ്? പട്ടണം എക്സ്കവേഷൻസ് അല്ലെ. ഇത് മുഴുവൻ മൂടിപ്പോയി അല്ലെ. അതിൻ്റെ എന്ത് ചെയ്യുകയാണ്, അവിടെ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു എക്സ്കവേഷൻ എന്ത് ചെയ്യുകയാണ്, നടത്തുകയാണ് പിന്നീട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്തരം പ്രളയങ്ങൾ ഇനി വരുന്ന സമയത്ത് പെരിയാറിന് സുഖമായിട്ട് ഒഴുകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാനാണ് എന്ത്, റൂം ഫോർ പെരിയാർ. എന്താണ്? റൂം ഫോർ പെരിയാറിന് ഒഴുകാനുള്ള ഒരു റൂം അവിടെ വേണം, സ്ഥലം വേണം എന്ന രീതിയിൽ എന്താണ് ഒരു പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് നെതർലാൻഡ്സിലൊക്കെ പോയിട്ട്, നെതർലാൻഡ്സ് എങ്ങനത്തെ സ്ഥലമാണ്? നെതർലാൻഡ്സ് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി താഴ്ന്ന സ്ഥലമാണ് അല്ലേ. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രളയവും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കയറും. അപ്പോൾ അവരെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് നദിക്ക് ഒഴുകാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക, ഒബ്സ്ട്രക്ഷൻസ് എല്ലാം ഒഴിവാക്കി കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഒഴുകാനുള്ള ഒരു വഴി എങ്ങനെ നമുക്ക് പെരിയാറിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പഠിക്കാനായിട്ട് നെതർലാൻഡ്സിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ, എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പോയിട്ടുണ്ടായിരുന്നു പ്രളയത്തിന് ശേഷം. അപ്പോൾ ഈ നെതർലാൻഡ്സിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്, റൂം ഫോർ പെരിയാർ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൂടി എന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് നിങ്ങൾ കൂട്ടത്തിൽ ശ്രദ്ധിക്കുക. റൈറ്റ്? ഓക്കെ ആണല്ലോ? അടുത്ത ഭാഗത്തേക്ക് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഭാരതപ്പുഴ നോക്കൂ. നമ്മൾ ഏതെങ്കിലുമൊക്കെ ചില ഭാഗങ്ങൾ നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് വിട്ടു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു എക്സാമിന് മുമ്പായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തലത്തിലൊരു ഡിസ്കഷൻ നമ്മൾ നടത്തുന്നതായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻസ് പോലെ ഇട്ടിട്ട് ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നതായിരിക്കും. അവിടെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത്തരം ഭാഗങ്ങൾ അവിടെ കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ എത്രയൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇടയിൽ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ചയാക്കാം. നമ്മുടെ പേജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ടെലിഗ്രാം ഗ്രൂപ്പ്, അതിൽ ചർച്ചയാക്കാം നമുക്ക് വേണമെങ്കിൽ. ഇനി അല്ലാതെ എന്ത് ചെയ്യാം, നമ്മൾ ഇത് ബാക്കി സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സമയത്ത് നമ്മളതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൽ പേടിയൊന്നും വേണ്ട. ശരി, ഇനി ഭാരതപ്പുഴ പല പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പുഴയാണ് ഭാരതപ്പുഴ അല്ലെ. ഭാരതപ്പുഴയുടെ എന്തെല്ലാം പേരുകളാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? നിള എന്നത് നമുക്ക് വളരെ ഫേമസ് ആയിട്ട് അറിയുന്ന ഒരു പേരാണ് അല്ലെ. പേരാർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അറിയപ്പെടുന്ന ഒരു എന്താ പറയുക, പുഴയാണ്. പൊന്നാനിയിൽ പോയിട്ട് പതിക്കുന്ന പൊന്നാനിപ്പുഴയാണ്. അമരാവതി പുഴയാണ്. അങ്ങനെ പല പേരുകളിൽ എന്തറിയപ്പെടുന്നുണ്ട്, ഭാരതപ്പുഴ അറിയപ്പെടുന്നുണ്ട്. അമരാവതി പുഴ, പൊന്നാനിപ്പുഴ, പേരാറ്, നിള, ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പല പല പേരുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ചിറ്റൂർ ഏരിയ ഉണ്ട്. ചിറ്റൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിറ്റൂർ ഒരു തുഞ്ചത്ത് എഴുത്തച്ഛൻ, അദ്ദേഹം രാമായണം എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നു എന്ന് എഴുതുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ ഒരു മഠം പോലൊരു ഭാഗം അവിടെ ഉണ്ട് ചിറ്റൂർ. നിങ്ങൾക്ക് പോയി അത് കാണാൻ സാധിക്കും. ആ ചിറ്റൂർ പുഴയുടെ അടുത്താണ്. ഈ ചിറ്റൂർ വെച്ചിട്ട് എന്താ പറയുക, ചിറ്റൂരിൻ്റെ അടുത്ത് ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി എന്ന പേരിലാണ്. എന്ത് പേരിലാണ്? ശോകനാശിനി എന്ന പേരാണ്. ഈ ശോകനാശിനി എന്ന് ചിറ്റൂരിൽ കൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയെ ചിറ്റൂരിൻ്റെ സൈഡിൽ ചിറ്റൂർ പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ചിറ്റൂർ പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് ആരായിരുന്നു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്? എഴുത്തച്ഛനാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എഴുത്തച്ഛനാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നിള, പേരാറ്, പൊന്നാനിപ്പുഴ, അമരാവതി പുഴ, ചിറ്റൂർ സൈഡിൽ ശോകനാശിനി, ഈ പേരുകളെല്ലാം അറിയപ്പെടുന്ന ഒരു പുഴയാണ് നമ്മുടെ
ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ആണ് നമ്മുടെ കേരളത്തിലുള്ള സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ആണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ ആകെ നീളം വരുന്നത്. ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ആനമലകളിലാണ്. ആനമല ഹിൽസ് എന്ന് നമ്മൾ പറയുമല്ലോ, ആനമലകളിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, അത് പതുക്കെ തമിഴ്നാടിന്റെ ഏരിയയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കേരളത്തിലോട്ട് എന്ത് ചെയ്യുകയാണ്, അത് കടന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ആനമല ഹിൽസിന്റെ അടുത്ത് തിരുമൂർത്തി എന്ന് പറയുന്ന രീതിയിൽ ഒരു റിവർ പറയാറുണ്ട്. എന്താണ് തിരുമൂർത്തി റിവർ എന്ന് പറയാറുണ്ട്. ഈ തിരുമൂർത്തി റിവറിന്റെ എന്താ പറയുക ഭാഗമായിട്ടുള്ള തിരുമൂർത്തി ഡാമും എന്നും പറയാറുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇവിടെ നിന്ന് വരുന്നു എന്നും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ആനമല ഹിൽസ് എന്ന് പറയാം. ഈ അവിടെ ഉത്ഭവിക്കുന്ന ആ സ്ഥലത്ത് ഒരു തിരുമൂർത്തി ഡാം എന്നുള്ള തലത്തിൽ എന്താണ്, ഒരു റിസർവോയർ പോലത്തെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ആനമല ഹിൽസിൽ നിന്ന് പറഞ്ഞു വന്നാലും തിരുമൂർത്തി ഡാം എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, നിങ്ങൾ രണ്ടും എന്താണോ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യുക, ആൻസർ എഴുതുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പാലക്കാട് ജില്ലയിലേക്ക് കടക്കുന്ന ഒരു നദിയാണ്. ശേഷം എന്താണ്, തൃശ്ശൂരിലൂടെ കുറച്ചിടയ്ക്ക് വന്നൊഴുകുന്നുണ്ട്. പിന്നെന്താണ്, മലപ്പുറത്തിലൂടെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പോയിട്ട് എവിടേക്ക് പതിക്കുന്നത്, അറബിക്കടലിലേക്ക് പതിക്കുന്നത്. ഭാരതപ്പുഴ നൈൽ ഓഫ് കേരള എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. നൈൽ ഓഫ് കേരള എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. ഓക്കെ അല്ലേ? ഓർത്ത് വെക്കാൻ സാധിക്കുമല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഭാഗത്ത് എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിറ്റൂർ സൈഡിൽ ഇത് അറിയപ്പെടുന്നത് ശോകനാശിനി എന്ന പേരിലാണ്. ശോകനാശിനി എന്ന് ഭാരതപ്പുഴയെ അല്ലെങ്കിൽ ചിറ്റൂർ പുഴയെ വിളിച്ചത് തുഞ്ചത്ത് എഴുത്തച്ഛനായിരുന്നു. ഇദ്ദേഹം രാമായണം, അധ്യാത്മരാമായണം അദ്ദേഹം എഴുതാനായിട്ട് ഇരുന്ന സ്ഥലമായിരുന്നു ഈ ചിറ്റൂരിലെ ഇദ്ദേഹത്തിൻ്റെ ഒരു മഠം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതുന്നതിന് വേണ്ടിയിട്ട് വന്നിരുന്നത് ഈ ചിറ്റൂരിലുള്ള ഈ ചിറ്റൂർ പുഴയുടെ, അദ്ദേഹം ശോകനാശിനി എന്ന് വിളിച്ച് ഭാരതപ്പുഴയുടെ ഈ തീരത്തിരുന്നിട്ടാണ്. അവിടെ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു എഴുത്തച്ഛൻ്റെ ഒരു മഠം കാണാനായിട്ട് സാധിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ അവരുടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ മുൻപിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സൈഡിലായിട്ട് അഗ്രഹാരം പോലെ മുന്നിലോട്ടൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമുക്ക് ഈ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. ഇനി നിളയുടെ കഥാകാരൻ അഥവാ ദ സ്റ്റോറി ടെല്ലർ ഓഫ് നിള, നിളയുടെ കഥാകാരൻ, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെട്ടിരുന്ന ആള് MT വാസുദേവൻ നായരായിരുന്നു. പോയറ്റ് ഓഫ് നിള, നിളയുടെ കവി, നിളയുടെ കവി എന്നറിയപ്പെട്ടിരുന്ന ആരായിരുന്നു, P കുഞ്ഞിരാമൻ നായരായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? P കുഞ്ഞിരാമൻ നായരായിരുന്നു. നിങ്ങൾ P കുഞ്ഞിരാമൻ നായരെ കുറിച്ചൊക്കെയുള്ള ഒരു കവിതയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അത് വളരെ അതിമനോഹരമായിട്ടുള്ള കവിതയിൽ എന്താ പറയുക, തുടക്കത്തിലെ ഭാഗത്ത് തന്നെ പറയുന്നത് എന്താണ്, നിനക്ക് കവിത എഴുതാൻ എന്ത് പൂഴി വിരിപ്പു ഭാരതപ്പുഴ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. അദ്ദേഹം ഒരുപാട് കാലഘട്ടം തിരുവല്ലാമല അല്ലെ, ഈ ഒറ്റപ്പാലം ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ കൊല്ലങ്കോട് ഏരിയയിലൊക്കെ അദ്ദേഹം ഒരുപാട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, P കുഞ്ഞിരാമൻ നായർ. അപ്പോൾ അദ്ദേഹത്തിന്റെ നിളയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര് എന്ന് പറയുന്നത്, P കുഞ്ഞിരാമൻ നായർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള മറ്റൊരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് മാമാങ്കം അല്ലെ. 12 വർഷത്തിലൊരിക്കൽ നടന്നിട്ടുണ്ടായിരുന്ന ഒള്ളുവക്കോനാതിരിയും അല്ലെ സാമൂതിരിയും എല്ലാവരും തമ്മിലുള്ള കുടിപ്പകകളും വിഷുകളും ഒക്കെ കൂടിയിട്ട് നിങ്ങളുടെ കഥകൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഈ മാമാങ്കം നടന്നിരുന്നത് തിരുനാവായയുടെ മണപ്പുറത്തായിരുന്നു. ഈ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന മാമാങ്കം ഒരു എന്താ പറയുക, അതിൽ തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയുക നിലപാട് തറയിലേക്ക് കയറിയിട്ട് സാമൂതിരിയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ചാവേറുകൾ പോകുന്നതും അധികാര തർക്കങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെല്ലാത്തിനും ഉപരിയായിട്ട് മാമാങ്കം അതിഗംഭീരമായിട്ടുള്ള ഒരു എന്തായിരുന്നു, ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു. വളരെ ദൂര ദേശങ്ങളിൽ നിന്ന് അത്രയോ കച്ചവടക്കാർ വരുന്ന, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്ന, ഒരുപാട് ആളുകൾ വാങ്ങാൻ വന്നിരുന്ന, ഒരുപാട് എന്താ പറയുക സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവൽ ആയിരുന്നു മാമാങ്കം. മനസ്സിലാവുണ്ടോ? അതിൽ നമുക്ക് അറിയാവുന്ന, നമുക്കൊരു എന്താ പറയുക പുളകം കൊള്ളിക്കുന്ന അതിൻ്റെ ഒരു ഏട് എന്ന് പറയുന്നത് സാമൂതിരിയും ചാവേറുകളും ഒക്കെ ആണ് എന്നുണ്ടെങ്കിലും അതിനും പുറമേ ആയിട്ട് വലിയൊരു ഫൈനാൻഷ്യൽ എക്കണോമിക് ട്രേഡ് എന്താ പറയുക പേഴ്സ്പെക്റ്റീവുകൾ കൂടിയുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ഇത് മാമാങ്കം എന്ന് പറയുന്ന ഈ ഒരു വലിയ ഉത്സവം. മനസ്സിലാവുന്നുണ്ടോ? തിരുനാവായ. ഈ തിരുനാവായയിലാണ് മേൽപ്പത്തൂരിന്റെ ജനനം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് ആര് ജനിച്ചിട്ടുള്ളത്? മേൽപ്പത്തൂരിന്റെ ജനനം എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ തിരുനാവായ എന്ത് ചെയ്യുക, മേൽപ്പത്തൂർ എന്ന് വെച്ചാൽ ആരാണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി അല്ലെ, നാരായണീയം എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ നാരായണീയം രചിച്ചിട്ടുണ്ടായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, അദ്ദേഹത്തിന്റെ ജനനം എവിടെയാണ്? ഈ മാമാങ്കം നടക്കുന്ന തിരുനാവായയുടെ തീരത്തായിരുന്നു. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കിള്ളിക്കുറിശമംഗലം നോക്കുകയാണെങ്കിൽ കിള്ളിക്കുറിശമംഗലത്താണ് കുഞ്ചൻ നമ്പ്യാർ
ജനിച്ചിട്ടുള്ളത് അല്ലേ. കുഞ്ചൻ നമ്പ്യാരുടെ ജനിച്ച ആ മഠവും ആ ഒരു എന്താ പറയുക വീടുമൊക്കെ അവരുടെ അടുത്തൊരു ക്ഷേത്രവും വലിയ ക്ഷേത്രവും വളരെ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇദ്ദേഹത്തിൻ്റെ കിളിക്കുറിശ്ശിമംഗലത്തിൻ്റെ വീട് എൻ്റെ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ ദാസനാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഞാൻ പാലക്കാട് ജില്ലയിലാണ്. എൻ്റെ ഇവിടെ നിന്ന് ഒരു 20-25 മിനിറ്റേ ഉള്ളൂ ഈ കിളിക്കുറിശ്ശിമംഗലം പറഞ്ഞ സ്ഥലത്തേക്ക്. ഭയങ്കര ഭംഗിയുള്ള വളരെ കാമായിട്ടുള്ള വളരെ സമാധാനപരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഗവൺമെൻറ്റിൻ്റെ വേറൊരു പരിപാടികൾ നടത്താനൊക്കെ ആയിട്ടുള്ളൊരു കെട്ടിടം കൂടി തൊട്ടപ്പുറത്ത് കെട്ടിയിട്ടുണ്ട്. വളരെ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച മുറിയെല്ലാം അവിടെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കിളിക്കുറിശ്ശിമംഗലത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് കൂടിയാണ് എന്തൊഴുകുന്നത്, ഇതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നെ കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ഭാരതപ്പുഴയുടെ തീരത്താണ്. പിന്നെ ഈ തോൽപ്പാവക്കൂത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ തോൽപ്പാവക്കൂത്ത് നമ്മുടെ നിളാനദി ഇങ്ങനെ ഒഴുകുകയാണെന്ന് വിചാരിക്കൂ. ഇതിൻ്റെ തീരത്തുള്ള പല ക്ഷേത്രങ്ങളിൽ എന്ത് നടക്കുന്നുണ്ട്? സ്ഥിരമായിട്ട് നടക്കുന്നതായിട്ടുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ ഉത്സവങ്ങളുമായി അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളുടെ സമയത്ത് ഇതിൻ്റെ തീരത്തുള്ള പല ക്ഷേത്രങ്ങളിലും തോൽപ്പാവക്കൂത്ത് നടക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചിനക്കത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട് ഇവിടെ. ഒറ്റപ്പാലത്തിൻ്റെ അടുത്തുള്ള ചിനക്കത്തൂർ എന്ന് പറയുന്ന ടെമ്പിൾ. ഈ ചിനക്കത്തൂർ ഉത്സവം നടക്കാറുള്ളത് ഒരു മാർച്ച് മാസത്തിലൊക്കെയാണ് നടക്കാറുള്ളത്. ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ്. ഇവിടെ എന്ത് നടക്കും? ഈ തോൽപ്പാവക്കൂത്ത് സ്ഥിരമായിട്ട് നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ നിളയുടെ തീരത്തുള്ള ഈ നാടുകളിലെ അമ്പലങ്ങളിലെല്ലാം നമുക്ക് തോൽപ്പാവക്കൂത്ത് നടക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൂടി എന്ത് ചെയ്യുക? ആലോചിക്കുക. അപ്പോൾ ഇതെല്ലാം നോക്കൂ. ഇത് ഓരോന്നും എത്രയോ കലാകാരന്മാർ, ഉത്സവങ്ങൾ അല്ലെ, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അനവധി എഴുത്തുകാർ, കവികൾ അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിളാമണ്ഡലം. ഇങ്ങനെ നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നദി എന്ന രീതിയിൽ ലൈഫ് ലൈൻ ഓഫ് കൾച്ചറൽ കേരള എന്നും എന്തിനെ വിളിക്കാറുണ്ട്? ഭാരതപ്പുഴയെ വിളിക്കാറുണ്ട്. ലൈഫ് ലൈൻ ഓഫ് കൾച്ചറൽ കേരള, സാംസ്കാരിക കേരളത്തിൻ്റെ എന്താ പറയുക, ജീവനാഡി എന്ന പേരിൽ എന്തിനെ നമ്മൾ വിളിക്കാറുണ്ട്? നമ്മൾ ഈ ഒരു പുഴയെ, ഭാരതപ്പുഴയെ അല്ലെങ്കിൽ നിളയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം ആലോചിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണ് എന്ന് എന്ത് ചെയ്യുകയാണ്? ആ ഭാഗവും വിശ്വസിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ഈ വേറൊരു സ്ഥലമുണ്ട് നമ്മൾ സാംസ്കാരികപരമെന്ന് പറയുമ്പോൾ, ഒരു മിനി പമ്പ നിങ്ങൾക്ക് അറിയാലോ. പമ്പ എന്ന പേരിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു സ്ഥലമായിരിക്കും. എന്താണ് പമ്പ? എന്താണ്? ശബരിമലയിൽ തീർത്ഥാടകർ പോകുന്ന സമയത്ത് മുങ്ങി കുളിച്ചിട്ട് പോകുന്ന നദിയാണ് പമ്പ എന്ന് പറയുന്നത്. മിനി പമ്പ എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തിൻ്റെ അടുത്തുള്ള കുറ്റിപ്പുറം ഉണ്ട്. കുറ്റിപ്പുറം നിങ്ങൾ ഈ അടുത്ത് പോയിട്ടുണ്ടോ? ഞാൻ ഈ അടുത്ത് പോയിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് കുറ്റിപ്പുറത്തിൻ്റെ സൈഡിൽ കൂടെ ട്രാവൽ, ഒരു വലിയ പാലം, കുറ്റിപ്പുറം പാലമുണ്ട്. ഈ പാലം വന്നിട്ട് എന്താ പറയുക, ഇങ്ങനെ പല ഏരിയയിൽ ഇങ്ങനെ റോഡ് ഇങ്ങനെ സ്പ്ലിറ്റായി പോവുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ അറിയപ്പെടുന്നത് മിനി പമ്പ എന്ന പേരിലാണ്. എന്താണ് മിനി പമ്പ? ഇവിടെ ഇങ്ങനെ ഇതുപോലെ മുങ്ങി കുളിക്കാൻ ഒരു സ്നാനഘട്ടം പോലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശബരിമലയ്ക്ക് വരുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ അവരുടെ ശബരിമലയിലെ തീർത്ഥാടകരുടെ വാക്കിൽ അത് ഇടത്താവളം എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. എന്താണ് ഇടത്താവളം? ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു താവളം, അതാണ് ഇടത്താവളം. ഇങ്ങനെ ഇടത്താവളമായിട്ട് മിനി പമ്പ എന്ന പേരിൽ ഈ ഒരു നമ്മളുടെ ഇതെവിടെയാണ്? കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്തുള്ളൊരു ഏരിയ ആണ്. മനസ്സിലാവുന്നുണ്ട്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇതിനെ മിനി പമ്പ എന്ന പേരിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ പറയുന്നുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യുക? ആലോചിക്കുക. കുറ്റിപ്പുറം എന്ന് പറഞ്ഞപ്പോൾ, കുറ്റിപ്പുറം പാലം എന്ന് പറഞ്ഞപ്പോൾ, കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കവിത ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ്സിലോ മറ്റും ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കവിതയാണ്. ഈ കവിത എഴുതിയത് ആരായിരുന്നു? അത് ഇടശ്ശേരി ആയിരുന്നു. ആരായിരുന്നു? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കവിത എന്ത് ചെയ്യുന്നത്? എഴുതിയിട്ടുള്ളത്. ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സാംസ്കാരികപരമായിട്ട് കുറ്റിപ്പുറം പാലം, ഇടശ്ശേരി, നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർ, നിളയുടെ കവി ആരാണ്? P കുഞ്ഞിരാമൻ നായർ എന്നീ പേരുകളിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർക്കാൻ ശ്രദ്ധിക്കുക. റൈറ്റ്. ഇനി അടുത്ത ഭാഗം, പ്രധാനപ്പെട്ട കൈവഴികൾ എന്ന തലത്തിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതൊക്കെയാണ്? തൂതപ്പുഴ കിടക്കുന്നുണ്ട്, കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഇങ്ങനെയാണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കാനായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇനി ഈ നമ്മൾ നേരത്തെ ഒരു ചിറ്റൂർ പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചിറ്റൂർ പുഴ. ഈ ചിറ്റൂർ പുഴയാണ് പിന്നീട് വന്നിട്ട് എന്തായിട്ട് കണ്ണാടി എന്ന് പറഞ്ഞത് പാലക്കാടിലൊരു സ്ഥലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കണ്ണാടി എത്തുന്ന സമയത്ത് ചിറ്റൂർ പുഴ കണ്ണാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഈ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും കൂടിയിട്ട് പറളിയിൽ വെച്ചിട്ട് ജോയിൻ ആവും. മനസ്സിലാവുന്നുണ്ടോ? കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും കൂടിയിട്ട് എന്ത് ചെയ്യും? ഇത് പറളിയിൽ വെച്ചിട്ട് ജോയിൻ ആവും. എന്നിട്ട് ഇതെന്ത് ചെയ്യുകയാണ്?
ഇതിങ്ങനെ ഏത് രീതിയിൽ പോവും? ഗായത്രി പുഴ എന്ന പേരിലേക്ക് മാറും. മനസ്സിലാവും? സോറി, കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും ഒന്നായിട്ട് അതെന്ത് ചെയ്യും? ഈ ഭാരതപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? ഭാരതപ്പുഴയായിട്ട് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഭാരതപ്പുഴയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പുഴയിലേക്ക് ഗായത്രി പുഴ എന്ന് പറയുന്നൊരു പുഴയുണ്ട്. വടക്കഞ്ചേരി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ വടക്കഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്ത് കൂടെ ഒഴുകി പോകുന്ന ഈ ഗായത്രി പുഴ മായന്നൂർ വെച്ചിട്ട്, എവിടെ വെച്ചിട്ടുണ്ട്? മായന്നൂർ വെച്ചിട്ട്, മായന്നൂർ ഒറ്റപ്പാലത്തിലേക്കുള്ള കണക്ഷനാണ്. പാലക്കാട് ജില്ല, ഇപ്പം തൃശ്ശൂർ ജില്ലയുടെ ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലത്തേക്ക് ഭാരതപ്പുഴയെ ക്രോസ് ചെയ്തിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ബ്രിഡ്ജ്, കേരളത്തിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ അടുത്തോളം നീളമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബ്രിഡ്ജ്, മായന്നൂർ ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് കടന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പുറത്തെ തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾ അപ്പുറത്തേട്ട് ഒറ്റപ്പാലത്തോട്ട് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ബ്രിഡ്ജ്, മായന്നൂർ ബ്രിഡ്ജിലുള്ള ഈ മായന്നൂരിൻ്റെ അടുത്തായിട്ട്, നിങ്ങൾ കുത്താമ്പുള്ളി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കുത്താമ്പുള്ളി ടെക്സ്റ്റൈൽസ്, നമ്മുടെ ബാലരാമപുരം കൈത്തറി പോലെ വളരെ ഫേമസ് ആണ് കുത്താമ്പുള്ളിയിലുള്ള കൈത്തറികൾ. ഈ കുത്താമ്പുള്ളി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഒരു വലിയൊരു ഗ്രാമമാണ്. അവിടേക്കും എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രാമം എന്ന് പറയുന്നത്, അതിൽ ആ കുത്താമ്പുള്ളി ഈ കൈത്തറി കടകൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ മുഴുവൻ കൈത്തറി കടകൾ ഇങ്ങനെ റോഡ് പോയിട്ട് ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഒരു ഭാരതപ്പുഴ ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ്, കുറച്ച് മുമ്പായിട്ടാണ് ഈ ഗായത്രി പുഴ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഭാരതപ്പുഴയിലേക്ക് ചേരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വരച്ച മാപ്പ് കൃത്യമല്ല, കുറച്ച് മാറിയിട്ടുണ്ട്. ഇങ്ങനെ അല്ല, ഡയറക്ഷനും കറക്റ്റായിട്ട് ഇങ്ങനെയല്ല. എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ മായന്നൂരിലേക്ക് എന്ത് ചെയ്യുന്നു? ഗായത്രി പുഴ വന്നിട്ട് ഈ ഭാരതപ്പുഴയിലേക്ക് ചേരുന്നു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് അപ്പുറത്ത് തൂതപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തൂതപ്പുഴ പോയിട്ട് പിന്നെ ഈ ഭാരതപ്പുഴയിലേക്ക് ചേരുന്ന സ്ഥലമാണ് പള്ളിപ്പുറം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പള്ളിപ്പുറം എന്ന് പറയുന്നത്. ആലോചിക്കാനായിട്ട് എന്ത് ചെയ്യുക? പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എവിടെ പോയിട്ടാണ് നമ്മുടെ കടലിൽ ചാടുന്നത്? പൊന്നാനി. ഓക്കെ, ഇത് മറക്കരുത്. പൊന്നാനിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ചേരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ആലോചിക്കുക. തൂതപ്പുഴ ഒഴുകി വരുന്നത് എവിടെ നിന്നാണ്? സൈലന്റ് വാലിയുടെ ഭാഗമാണ്. സൈലന്റ് വാലിയുടെ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? തൂതപ്പുഴ പതുക്കെ ഒഴുകി വരുന്നത്. ഓക്കെ, തൂതപ്പുഴയാണ് നമ്മളുടെ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ഏതാണ്? തൂതപ്പുഴയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ തൂതപ്പുഴ കുറച്ച് സമയം മലപ്പുറം പാലക്കാട് ബോർഡർ ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലപ്പുറം പാലക്കാട് ജില്ലയുടെ ബോർഡർ ആയിട്ട് ഒഴുകുന്നുണ്ട്. ഈ തൂതപ്പുഴ ഇങ്ങനെ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ബോർഡർ ആയിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒറ്റപ്പാലം, ചെറുപ്പുളശ്ശേരി എന്നൊക്കെ പറയും, ഈ ഭാഗത്ത് കൂടെയൊക്കെ വരുന്ന റോഡ് ഇങ്ങനെ വന്നിട്ട് ഈ തൂതപ്പുഴ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പുറത്ത് പാലക്കാടാണ്, ഇപ്പുറത്തെ ഏതാണ്? മലപ്പുറമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇങ്ങോട്ട് കിടന്നാൽ പിന്നെ മലപ്പുറമായി, പിന്നെ അങ്ങനെ പെരിന്തൽമണ്ണ ഏരിയയിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പോകാനായിട്ട് സാധിക്കും. അപ്പോൾ മലപ്പുറം പാലക്കാട് ബോർഡറായിട്ട് ഒഴുകുന്ന പുഴയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഒഴുകിയിട്ട് എന്ത് ചെയ്യുന്നത്? വരുന്നത്. കാഞ്ഞിരപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൂതപ്പുഴയുടെ തൊട്ട് മുമ്പ് എന്താണ്? തൂതപ്പുഴയുടേതായിട്ടുള്ള വേറൊരു കൈവഴിയുണ്ട്, കാഞ്ഞിരപ്പുഴ. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? കാഞ്ഞിരപ്പുഴ ഡാം എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരിക്കൽ എന്താ പറയുക, ഈ നോക്കുകയാണെങ്കിൽ തൂതപ്പുഴയുടെ ഏറ്റവും എന്താ പറയുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം കുന്തിപ്പുഴയുടെ കാര്യം കൂടി നമുക്ക് പറയേണ്ടതായിട്ട് വരും. എന്താണ് കുന്തിപ്പുഴ? കുന്തിപ്പുഴയാണ് ലീസ്റ്റ് പൊല്യൂട്ടഡ്, എന്താണ് പറയുക? ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുന്തിപ്പുഴയാണ്. ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞ പുഴ എന്ന പേരിൽ, അതായത് മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപഴകൽ വരുന്നതിന് മുമ്പ് തന്നെ കുന്തിപ്പുഴ എന്ത് ചെയ്യും? പോയിട്ട് വേഗത്തിൽ എന്ത് ചെയ്യും? വേറെ പുഴയിലേക്ക് പോയിട്ട് ചേരും. മനസ്സിലാവും? അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇനി ഇറ്റ് ഫ്ലോസ് ത്രൂ സൈലന്റ് വാലി. സൈലന്റ് വാലി കൂടെ എന്താണ്? ഒഴുകുന്നുണ്ട്. പാത്രക്കടവ് എന്ന് പറഞ്ഞ വലിയൊരു പ്രൊജക്ട് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പാത്രക്കടവ് പ്രൊജക്ട്. പാത്രക്കടവ് ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു ഭാഗമുണ്ട്. ഈ പാത്രക്കടവ് അവിടെ എന്താണ്? ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്ത് വരികയാണ്? ഒരു ഇനീഷ്യേഷൻ, ഇടയ്ക്ക് ഒരു പ്ലാൻ വരികയാണ്. അതിനെതിരെ എൻവയൺമെന്റൽ തലത്തിൽ ഭയങ്കരമായിട്ടുള്ള സമരങ്ങൾ വന്നു. അവസാനം അത് വേണ്ടെന്ന് വെച്ചു. ഇതിനെ തുടർന്ന് പിന്നീട് സൈലന്റ് വാലി എന്തായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്? കാരണം ഇത് പാത്രക്കടവ് പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിൽ ഒരുപാട് ഇടങ്ങൾ വെള്ളത്തിനടിയിലാവും. അപ്പോൾ ഇതിനെതിരെ അതിശക്തമായ സമരങ്ങൾ നടന്നു. പിന്നീട് സൈലന്റ് വാലി ഉടനെ തന്നെ എന്ത് ചെയ്യുകയാണ്? ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് എന്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്? നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഇത് ചെയ്യൂ, നമ്മൾ കാണുക ഉണ്ടായി. മനസ്സിലായോ? കൃത്യമല്ലേ? അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് പൊല്യൂട്ടഡ് കുന്തിപ്പുഴയാണ്. അപ്പോൾ മോസ്റ്റ് പൊല്യൂട്ടഡ് ഏത് റിവറാണ്? മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ എന്ന ഒരു കുപ്രസിദ്ധി നിലവിൽ കേരളത്തിലുള്ളത് കല്ലായി പുഴയ്ക്കാണ്. ഇതിനാണ് കല്ലായി പുഴയ്ക്കാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം കല്ലായി റിവറിനാണ് മോസ്റ്റ് പൊല്യൂട്ടഡ് എന്ന് പറയുന്ന ഒരു സ്ഥാനം നിലവിൽ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഭാരതപ്പുഴ നമുക്ക് മനസ്സിലായി. ഇനി ഭാരതപ്പുഴയുടെ ഭാഗമായിട്ടുള്ള, ഭാരതപ്പുഴയുടെ വിവിധങ്ങളായിട്ടുള്ള കൈവഴികളുടെയൊക്കെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഡാമുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് വരുന്നത്? ചുള്ളിയാർ ഡാം. ഈ ചുള്ളിയാർ ഡാം എന്നാണ് തമിഴ്നാട് സൈഡിലേക്കും കേരളത്തിൻ്റെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. മീങ്കര ഡാമുണ്ട്, വാളയാർ ഡാമുണ്ട്, പോത്തുണ്ടി ഡാമുണ്ട്, മലമ്പുഴ ഡാമുണ്ട്, കാഞ്ഞിരപ്പുഴ ഡാമുണ്ട്, മംഗലം ഡാമുണ്ട്. ഇതെല്ലാം
ഭാരതപ്പുഴയുടെയും ഭാരതപ്പുഴയുടെ വിവിധങ്ങളായിട്ടുള്ള കൈവഴികളുടെയും ഒക്കെ ഭാഗങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഡാമുകളാണ് എന്നെന്ത് ചെയ്യുക, പ്രത്യേകം ആലോചിക്കാനായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്താന്ന് പറഞ്ഞു. അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെയാണ്? ചെറുതുരുത്തി. ഞാനിവിടെ എന്താ പറയുക, തൊട്ടിപ്പുറത്തൊരു എന്താ പറയുക, ഇതിന്റെ തുടക്കത്തിലൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു പാലമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഷൊർണൂർ സൈഡിലുള്ള പാലമാണ്. ഷൊർണൂർ ചെറുതുരുത്തി പാലം എന്ന് പറയും. ഈ പാലം ഷൊർണൂർ ചെറുതുരുത്തി പാലമാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഡാമുകളുടെ പേര് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അടുത്ത നദി പമ്പയാണ്. എന്താ പമ്പയുടെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ തേർഡ് ലോങ്ങസ്റ്റ് റിവർ. 176 കിലോമീറ്റർ ആണ്. ശബരിമല ടെമ്പിളുമായി ബന്ധപ്പെട്ടിട്ടാണ് പമ്പാ നദി ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ഇത് ശബരിമലയുടെ ആ മലകളുടെ അവിടെ നിന്ന് ഒഴുകി വരികയാണ്. എന്നിട്ട് പമ്പ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നമ്മൾ ആളുകൾ വന്നിട്ട് എന്താണ്, ഭക്തരായിട്ടുള്ള ആളുകൾ എന്താ പറയുക, സ്നാനം നടത്തുന്ന സ്ഥലം എന്ന് പറയുന്ന സ്ഥലം പമ്പ എവിടെയാണ്. അവിടെ നിന്ന് വീണ്ടും എന്താണ്, ഏതാണ്ട് 5 കിലോമീറ്ററോളം മുകളിലാണ് ശബരിമല എന്ന് പറയുന്ന ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എപ്പോഴും പമ്പയെ നമ്മൾ പറയാറുള്ളത്. ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത്. ഓക്കെ, പമ്പ 2 പേരുകളിൽ വേറെ അറിയപ്പെടുന്നുണ്ട്. ദക്ഷിണ ഭാഗീരഥി എന്നും ബാരിസ് എന്ന പേരിലും. ദക്ഷിണ ഭാഗീരഥി നോക്കൂ, അതായത് നമ്മളുടെ ഭാഗീരഥി എന്ന് പറയുന്ന നദി വളരെ പുണ്യനദിയായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെ? ഭാഗീരഥിയിൽ സ്നാനം ചെയ്തുകൊണ്ടാണ് പിന്നീട് ആളുകൾ എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് തൊഴുന്നതിനും മറ്റു വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ പമ്പയിലും സെയിം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദക്ഷിണ ഭാഗീരഥി എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ബാരിസ് എന്ന പേരിലും എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ പുലച്ചിമല എന്താണ്, പുലച്ചിമലൈ ഹിൽസ് ഉണ്ട്. എന്താ പറയുക, പീരുമേട് താലൂക്ക്. ഓക്കെ, പീരുമേട് താലൂക്കിന്റെ ആ ഭാഗത്തായിട്ടുള്ള ഒരു പുലച്ചിമലൈ ഹിൽസ് എന്ന് പറയും. എന്താണ് പറയുന്നത്? പുലച്ചിമലൈ ഹിൽസ് എന്ന് പറയും. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒഴുകി വരുന്നത്. ഓക്കെ, പീരുമേട്, ഇതിൽ പീരുമേട് എന്ന് വേണമായിരുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. പീരുമേട് പ്ലേറ്റു ഉണ്ട്. ഓക്കെ, പീരുമേട് പ്ലേറ്റുവിന്റെ ഭാഗമായിട്ടുള്ള പുലച്ചിമലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പമ്പയുടെ ഒറിജിൻ. ഇത് വന്നിട്ട് അവസാനിക്കുന്നത് വേമ്പനാട് ലേക്കിലാണ്. ബേസിക്കലി പമ്പ നദി അറബിക്കടലിന്റെ അവിടേക്ക് എത്താറാവുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് പ്രധാനപ്പെട്ട പല കൈവഴികളായിട്ട് പോകുന്നുണ്ട്. മനസ്സിലാണ്? അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇത് വീഴുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, വേമ്പനാട് കായലിൽ പോയിട്ട് വീഴുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ കുട്ടനാടിന്റെ ഭാഗം അപ്പുറത്തായിട്ടുള്ള എന്താ പറയുന്നത്, തോട്ടപ്പള്ളി സ്പിൽവേ കേട്ടിട്ടില്ലേ? ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് കേട്ടിട്ടില്ലേ? ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൈവഴി ചേരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കുട്ടനാട് അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നത് ഗിഫ്റ്റ് ഓഫ് പമ്പ അഥവാ പമ്പയുടെ ദാനം എന്ന പേരിലാണ് കുട്ടനാട് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പമ്പയുടെ ദാനം, ഗിഫ്റ്റ് ഓഫ് പമ്പ എന്ന പേരിൽ ആരറിയപ്പെടുന്നുണ്ട്, നമ്മുടെ കുട്ടനാട് അറിയപ്പെടുന്നുണ്ട് എന്ന കാര്യവും ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അച്ചൻകോവിലാറ് വന്നിട്ട് എവിടെ വെച്ചിട്ടാണ്, പായിപ്പാട് അല്ലെങ്കിൽ വീയപുരത്ത് വെച്ചിട്ടാണ് പമ്പയിലേക്ക് ചേരുന്നത്. അച്ചൻകോവിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പായിപ്പാട് അല്ലെങ്കിൽ വീയപുരത്ത് വെച്ച് പമ്പയിലോട്ട് ചേരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. ഏതാണ് അത്? പെരുന്തേനരുവി വാട്ടർഫാൾ ആണ്. ഏതാണ്? പെരുന്തേനരുവി വാട്ടർഫാൾ. ഒരു വെള്ളച്ചാട്ടം ആലോചിക്കണം പമ്പയുമായി ബന്ധപ്പെട്ടിട്ട് എന്നുണ്ടെങ്കിൽ അതേതാണ്? അത് പെരുന്തേനരുവി വാട്ടർഫാൾ ആണ്. പെരുന്തേനരുവി വാട്ടർഫാൾ ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം ആലോചിക്കാനായിട്ട് നോക്കുക. നമ്മൾ നേരത്തെ ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് ലൈഫ് ലൈൻ ഓഫ് കേരള എന്ന് പറയുന്നത് പെരിയാറാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പമ്പ ഒഴുകിയത് ട്രാവൻകൂർ, പണ്ടത്തെ തിരുവിതാംകൂർ ഇല്ലേ, കംപ്ലീറ്റ് ആയിട്ട് ട്രാവൻകൂറിന്റെ ഉള്ളിലാണ് പമ്പ ഒഴുകുന്നുണ്ടായിരുന്നത്. നിങ്ങൾ പെരിയാർ നോക്കൂ, അത് ഏതിന്റെ ഭാഗമായിരിക്കും? കൊച്ചിയുടെ ഭാഗമായിരിക്കും, അല്ലെ? നമ്മുടെ ഭാരതപ്പുഴ നിങ്ങൾ നോക്കൂ. ഭാരതപ്പുഴ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് കുറെ എന്താണ് മലബാർ റീജിയൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ മലബാറിലും കൊച്ചിയിലുമായിട്ടാണ് മറ്റ് വലിയ 2 പുഴകളുള്ളത്. തിരുവിതാംകൂറിൽ സ്വന്തമായിട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ നദി ഏതായിരുന്നു? അത് പമ്പയായിരുന്നു. മനസ്സിലാവുന്നു? തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ നദിയായിട്ടുണ്ടായിരുന്ന ഏതായിരുന്നു? അത് പമ്പ. അതുകൊണ്ട് തന്നെ ട്രാവൻകൂറിന്റെ ലൈഫ് ലൈൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന നദി ഏത് തന്നെയായിരുന്നു? അത് നമ്മളുടെ പമ്പ തന്നെയായിരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പെരുന്തേനരുവി വാട്ടർഫാൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വരട്ടാർ. ഈ വരട്ടാർ ആറ് എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ നദിയുടെ ഒരു ഭാഗം, അല്ലെ? ഈ വരട്ടാർ അത് പമ്പയുടെ ഒരു ബ്രാഞ്ചാണ്. അത് പോയിട്ട് ഏത് നദിയിലാണ് ചേരുന്നത്? മണിമലയാറിലാണ് ചേരുന്നത്. വരട്ടാർ എന്ന് പറയുന്നത് അപ്പോൾ ബ്രാഞ്ച് ഓഫ് പമ്പയാണ്. അത് പോയിട്ട് എവിടെ പോയി ചേരുന്നു? അത് മണിമലയാറിലാണ് പോയിട്ട് ചേരുന്നത്.
രണ്ട് വളരെ പ്രധാനപ്പെട്ട റിലീജിയസ് അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ ഗ്യാതറിംഗ് എന്നുള്ള റിലീജിയസ് ആൻഡ് സോഷ്യൽ ഗ്യാതറിംഗ് എന്ന് വിളിക്കാവുന്ന മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ കൺവെൻഷനും മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ കൺവെൻഷനും അതായത് ലാർജസ്റ്റ് ക്രിസ്ത്യൻ കൺവെൻഷൻ ഇൻ ഏഷ്യയാണ് മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ എന്താ പറയുക കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദു റിലീജിയസ് കൺവെൻഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് ഏതാണ്? ക്രിസ്ത്യൻ എന്താ പറയുക വിഭാഗത്തിൻ്റെ ഒരു കൺവെൻഷനാണ്. ചെറുകോൽപ്പുഴ എന്ന് പറയുന്നത് ഏതാണ്? അതൊരു ഹിന്ദു റിലീജിയൻ്റെ കൺവെൻഷനാണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുക നടക്കുന്നത് പമ്പയുടെ തീരത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പമ്പയുടേതായിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് അഴുതയാറ്, കക്കയാറ്, കല്ലാറ്, അച്ചൻകോവിലാറ്, കക്കട്ടാറ്, വരട്ടാറ് ഇവയെല്ലാം എന്തായിട്ട് വരും? ഇതെല്ലാം നമുക്ക് പമ്പയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളായിട്ട് ട്രിബ്യൂട്ടറീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നവയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക പ്രത്യേകം നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും അധികം ജലോത്സവങ്ങൾ നടക്കുന്ന എന്താ പറയുക നദിയാണ് പമ്പ. ഏറ്റവും അധികം ജലോത്സവങ്ങൾ ഏറ്റവും അധികം ജലോത്സവങ്ങൾ മോസ്റ്റ് നമ്പർ ഓഫ് ജലോത്സവങ്ങൾ നടക്കുന്ന ഒരു എന്താ പറയുക സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ പമ്പാ നദി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഈ റിവർ ഈ എന്താ പറയുക വാട്ടർ ഫെസ്റ്റിവലുകൾ നമുക്ക് കേരളത്തിന്റെ ഭാഗമാണ് അല്ലേ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ബോട്ട് റേസ്, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ ബോട്ട് റേസ്, ചമ്പക്കുളം മൂലം ബോട്ട് റേസ്, ഇങ്ങനെ അനവധി നിരവധിയായിട്ടുള്ള ജലോത്സവങ്ങൾ പമ്പാ നദിയിലാണ് നടക്കാറുള്ളത്. മനസ്സിലാവുന്നുണ്ട്? പമ്പാ നദിയിലാണ് നടക്കാറുള്ളത്. ഇതെന്ത് ചെയ്യുക ഓർക്കാനായിട്ട് പ്രത്യേകം നിങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ ശബരിഗിരി പ്രൊജക്ട് പമ്പയുടെ ഭാഗമായിരുന്നു. ശബരി ഡാമും കക്കാട് ഡാമും പമ്പയിലാണ് കിട്ടിയിട്ടുള്ളത്. അച്ചൻകോവിലാർ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അച്ചൻകോവിലാറ് പന്തളം ടൗണിനെ ചുറ്റിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒഴുകി പോകുന്നത്. പന്തളം ടൗണിനെ ചുറ്റിക്കൊണ്ട് ഒഴുകി പോകുന്ന ഒരു എന്താ പറയുക നദിയാണ് അച്ചൻകോവിലാർ എന്ന് കൂടി എന്ത് ചെയ്യുക ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ? സംശയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. മനസ്സിലാണ്ടോ? അച്ചൻകോവിൽ ജോയിൻസ് അറ്റ് പൈപ്പാട് വീയപുരത്ത് വെച്ചിട്ട് അച്ചൻകോവിൽ വന്നിട്ട് എന്ത് ചേരുന്നുണ്ട്? എവിടെ വന്ന് ചേരുന്നുണ്ട്? അച്ചൻകോവിലാറ് പമ്പയുടെ ഒരു കൈവഴിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ അച്ചൻകോവിലാറ് പന്തളം ടൗൺ എന്ന് പ്രത്യേകം ഒന്നുകൂടി എടുത്ത് പറഞ്ഞത്. കൃത്യമാണല്ലോ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണ്. ആ ഭാഗത്ത് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രധാനമായിട്ടുള്ള പമ്പയുടെ തീരത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? റാന്നി അല്ലേ, റാന്നി ഉണ്ട് തീരത്ത് അല്ലെ, തിരുവല്ലയുണ്ട്, ചെങ്ങന്നൂരുണ്ട്, കോഴഞ്ചേരി ഉണ്ട്. ഈ ഭാഗങ്ങളൊക്കെ എന്താണ്? തിരുവല്ല, കോഴഞ്ചേരി, പിന്നെ ഞാൻ പറഞ്ഞ ചെങ്ങന്നൂര് ഇതെല്ലാം എവിടെയാണ്? പമ്പയുടെ തീരത്തായിട്ട് വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടും മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത നദി എന്ന് പറയുന്നത് ചാലിയാറാണ്. അടുത്ത നദി ചാലിയാറാണ്. 169 കിലോമീറ്റർ നീളമാണ് ചാലിയാറിനുള്ളത്. ദിസ് ഇസ് ദ ഫോർത്ത് ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരള. ചുളിക റിവർ, നിലമ്പൂർ റിവർ, ബേപ്പൂർ റിവർ, കല്ലായി റിവർ, ഇങ്ങനെയുള്ള പല പല പേരുകളിൽ ചാലിയാർ അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എവിടെ നിന്നാണ് ഒറിജിൻ ഉള്ളത്? എലമ്പലരി ഹിൽസ് എന്ന് പറയും. ഇതാണ് എലമ്പലരി ഹിൽസ് ഉണ്ട്. നീലഗിരി മൗണ്ടൈൻ്റെ ഭാഗമായിട്ടുള്ള എലമ്പലരി ഹിൽസിൽ നിന്നാണ് ചാലിയാർ ഒഴുകി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചാലിയാർ ഒഴുകി വരുന്നത് എവിടെ നിന്നാണ്? എലമ്പലരി ഹിൽസ് ഉണ്ട് നമ്മളുടെ നീലഗിരി മൗണ്ടൻസിൽ. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഒഴുകി വരുന്നത്. ഇനി വയനാടിൽ നിന്ന് ജസ്റ്റ് തുടങ്ങി മലപ്പുറത്തിന്റെ ഭാഗത്തേക്ക് കടന്നൊഴുകി വന്ന് കോഴിക്കോടിലേക്ക് കടന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബേപ്പൂരിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നദി അവസാനിക്കുന്നത്. ബേപ്പൂരിൽ പോയിട്ടാണ് അവസാനിക്കുന്നത്. ചാലിയാറിന്റെ തീരത്ത് ഗോൾഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗോൾഡ് ഡെപ്പോസിറ്റുകളുള്ള കേരളത്തിലെ റിവർ ബാങ്ക്, ഗോൾഡ് ഡെപ്പോസിറ്റ് കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ റിവർ ബാങ്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാലിയാറാണ് എന്ന കാര്യം എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് കൂട്ടുകാർ പ്രത്യേകം എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണല്ലോ? ആ ഭാഗവും നമുക്ക് വ്യക്തമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ കല്ലായി എന്ത് ചെയ്യുന്നുണ്ട്? ചെറുതായിട്ട് വന്നിട്ട് കല്ലായിനെയും ചാലിയാറിനെയും ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കനാല് പോലെയൊക്കെ വെച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കല്ലായിയാണ് നമ്മൾ പറഞ്ഞാൽ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ. മോസ്റ്റ് പൊല്യൂട്ടഡ് എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന റിവർ ഏതാണ്? അത് നമ്മുടെ കല്ലായിയാണ്. ഈ കല്ലായിയൊക്കെ ടിമ്പർ ബിസിനസ് ഒക്കെ ആയിട്ട് ഭയങ്കര ഫേമസ് ആണ്. തടിയില്ലേ, ടിമ്പർ ബിസിനസ്. പണ്ട് ഈ കല്ലായി പുഴയുടെ മുകളിൽ നിന്ന് എന്ത് ചെയ്യും? തടികളൊക്കെ വെട്ടിയിട്ട് ഈ പുഴയിലാണ് ഒഴുക്കി വിടുക. താഴെ വെച്ച് എന്ത് ചെയ്യും? അതിട്ട് പിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കല്ലായി പുഴ ഈ രീതിയിൽ എന്താണ് ടിമ്പർ ബിസിനസ്സിനുമൊക്കെ മറ്റെന്താണ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് എന്ന് ചെയ്യുക ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അതിലും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി എൻവയോൺമെന്റ് തലത്തിൽ നമ്മൾ എൻവയോൺമെന്റിന്റെ അടിയിലാണല്ലോ ഈ നദികൾ പഠിക്കുന്നത്. അതുകൊണ്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്.
അതായത് നമ്മളുടെ മലിനീകരണത്തിനെതിരായിട്ട് ആദ്യമായിട്ട് നടന്നിട്ടുള്ള ഒരു 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 സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാലിയാർ റയറ്റ് അല്ലെങ്കിൽ ചാലിയാറിൽ നടന്ന ഒരു ലഹള എന്ന പേരിൽ എന്താണ് നമ്മൾ പറയാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? KA റഹ്മാൻ എന്ന് പറയുന്ന ഒരാളാണ്, KA റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഈ ഒരു സമരം നയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു ചാലിയാറിലേക്ക്, എന്താ പറയുക, മലിനീകരണം നടത്തുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, ഗ്വാളിയോർ റയൻസ് എന്ന് പറഞ്ഞിട്ട്. ഏതാണ്? മാവൂരിൻ്റെ അടുത്തുള്ള ഒരു ഗ്വാളിയോർ റയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്യുമായിരുന്നു? അത് അവിടെ ഒരു മലിനീകരണം, മാവൂരിൻ്റെ അടുത്തായിരുന്നു ഇത് ഉണ്ടായിരുന്നത്, മലിനീകരണം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു റയറ്റ് എന്ന പേരിൽ എന്താണ്, ഈ മലിനീകരണത്തിനെതിരായിട്ടുള്ള ഒരു സമരം എന്ന തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലഹള എന്ന തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഗ്വാളിയോർ റയൻസിനെതിരായിട്ട് KR റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സമരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി മലപ്പുറം കോഴിക്കോട് ബോർഡറായി ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാലിയാറാണ്. മലപ്പുറം കോഴിക്കോട് ബോർഡറായി ഒഴുകുന്ന നദിയാണ് ചാലിയാറ്. കുഞ്ഞാലി മരക്കാർ ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന നദിയാണ് ചാലിയാറ്. സൂചിപ്പാറ അല്ലെങ്കിൽ സെന്റിനൽ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ചുള്ളിക റിവർ ഉണ്ട്. ഏതാണ്? ചുള്ളിക റിവർ ഉണ്ട്. അതായത് ഈ ചുള്ളിക റിവർ എന്ന് പറയുന്നത് തുടങ്ങുന്ന സമയമാണ്. മനസ്സിലാവുന്നുണ്ട്? ചുള്ളിക റിവർ തുടങ്ങുന്ന സമയമാണ്. അതിനുശേഷം ഇത് എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് ഒരു ചെറുതായിട്ട് ഒരു കെട്ടി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ചാലിയാർ എന്ന പേരിലേക്ക് പിന്നീട് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചുള്ളിക റിവറിൽ കാണപ്പെടുന്ന ഒരു എന്താ പറയുക വാട്ടർഫാൾ ആണ് സെന്റിനൽ വാട്ടർഫാൾസ് അല്ലെങ്കിൽ സൂചിപ്പാറ വാട്ടർഫാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ കല്ലായി റിവർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നത്? മോസ്റ്റ് പൊല്യൂട്ടഡ് റിവറിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി ചാലക്കുടി പുഴ. 5th ലോങ്ങസ്റ്റ് റിവർ ആണ് ചാലക്കുടി പുഴ. 5ാമത്തെ ഏറ്റവും നീളമേറിയ നദിയാണ് ചാലക്കുടി പുഴ. 130 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴയുടെ നീളം. ഈ ചാലക്കുടി പുഴ അടിസ്ഥാനപരമായിട്ട് പെരിയാറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. അത് പെരിയാറിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതൊരു സ്ഥലമാകുമ്പോൾ പോയിട്ട് ചേരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാക്കറ്റിൽ 144 എന്തുകൊണ്ട് തന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാലക്കുടി പുഴയുടെ നീളമായിട്ട് 144 എന്നൊക്കെ തരാറുണ്ട്. ഇത് അതായത് ഇപ്പം ഇത് പെരിയാറാണെന്ന് വിചാരിക്കും. പെരിയാർ ഇങ്ങനെ ഒഴുകുന്നു, ചാലക്കുടി പുഴ ഇങ്ങനെ വന്ന് ഒഴുകുന്നു, ഇങ്ങനെ ഒഴുകി 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 വന്നിട്ട് ഇവിടെ വന്നിട്ട് ചേരുന്നു വിചാരിക്കും. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് എന്ത് കിടക്കുന്നുണ്ട്? ഇവിടം വരെയുള്ള ചാലക്കുടി പുഴയുടെ നീളം, ഇത്രയും നീളം എന്ന് പറയുന്നത് 130 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ശേഷം ഇങ്ങോട്ട് ഒരു 14 കിലോമീറ്റർ കൂടി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അത് പക്ഷേ പെരിയാറിൽ ചേർന്നിട്ടാണ്. ചില ആളുകൾ അതും കൂടി കണക്കാക്കിയിട്ട് 144 എന്ന് പറയാറുണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോൾ 130 കിലോമീറ്റർ ആണ് നമുക്ക് ചാലക്കുടി പുഴയുടെ നീളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒറിജിൻ എന്ന് പറയുന്നത് ആനമലൈ ഹിൽസിന്റെ ഭാഗമായിട്ടാണ്. പറമ്പിക്കുളം, കുരിയാർകുറ്റി, ഷോളയാറ്, കറപ്പാറ, ആനക്കയം, ഇവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന അരുവികൾ, ട്രിബ്യൂട്ടറീസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ചാലക്കുടി പുഴയായിട്ട് മാറുന്നത്. തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല, എറണാകുളം ജില്ലകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ചാലക്കുടി പുഴ ഒഴുകുന്നതായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവയെല്ലാം കൂടിയിട്ട് എന്താണ്? താഴത്തേക്ക് വരികയാണ് അല്ലേ? ഇത് നമ്മൾ ഈ ചാലക്കുടി പുഴ ഒരുപാട് ദൂരം ഒഴുകുന്നത് മനുഷ്യന്മാരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറേ ഏരിയ കൂടെ ഒഴുകിയിട്ടാണ് ചാലക്കുടി പുഴ ഇങ്ങനെ താഴത്തോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ചാലക്കുടി പുഴയിൽ വളരെയധികം കുറവാണ്. പൊല്യൂഷൻ ചാലക്കുടി പുഴയിൽ വളരെ കുറവാണ്. സോ ലെസ് പൊല്യൂഷൻ എന്ന് പറയും. നമുക്ക് കുന്തിപ്പുഴയാണ് ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞ പുഴയായിട്ട് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ചാലക്കുടി പുഴയിലും പൊല്യൂഷൻ കുറവാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഫിഷ് ഡൈവേഴ്സിറ്റി, അതുകൊണ്ടുകൂടി തന്നെ ആയിരിക്കാം ഏറ്റവും അധികം ഫിഷ് ഡൈവേഴ്സിറ്റി കാണുന്ന ഒരു പുഴ ഏതാണ്? ഈവൻ ഇന്ത്യയിൽ തന്നെ എന്ന് പറയാറുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ഫിഷ് ഡൈവേഴ്സിറ്റി കാണുന്നൊരു നദി ചാലക്കുടിയാണ് എന്നതാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ആതിരപ്പള്ളി വാട്ടർഫാളും വാഴച്ചാൽ വാട്ടർഫാളും നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? ചാലക്കുടി പുഴയിൽ സാധിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടിയുണ്ട്. ഏതാണ്? പെരിങ്ങൽകുത്ത്. പെരിങ്ങൽകുത്ത് ഫാൾസും എവിടെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇതേ നമ്മളുടെ ചാലക്കുടി പുഴയിൽ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയസ്റ്റ് ഫിഷ് ജെനറ്റിക് റിസോഴ്സ് അല്ലെങ്കിൽ ഹയസ്റ്റ് ഫിഷ് ഡൈവേഴ്സിറ്റി കാണുന്ന നദിയാണ് പെരിങ്ങൽകുത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്, ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്, തുമ്പൂർ മൊഴി ഇറിഗേഷൻ പ്രൊജക്ട്. തുമ്പൂർ മൊഴിയിലാണ് ഒരു എന്താ തൂക്കുപാലമൊക്കെ ഉണ്ട്. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ നദി ഇങ്ങനെ ഒഴുകുന്നുണ്ടാകും, അതിൻ്റെ മുകളിൽ ഒരു തൂക്കുപാലം എന്താണ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കയറിയിട്ട് ഇതിന് കൂടെ നടന്നിട്ട് അപ്പുറം പോയി കാണാൻ പറ്റും. ഈ ചാലക്കുടി പുഴ അതിൻ്റെ അടിയിൽ കൂടെ എന്താണ് ഒഴുകി പോവുകയാണ്. വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ആതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു തുമ്പൂർ മൊഴി ഇറിഗേഷൻ പ്രൊജക്റ്റും തൂക്കുപാലവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്.
പറമ്പിക്കുളം ഡാം. ഈ പറമ്പിക്കുളം ഡാമിൽ വല്ലാണ്ട് മഴ പെയ്തിട്ട് പൊങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, പറമ്പിക്കുളം ഡാം ചിലപ്പോൾ തുറന്നു വിടും. അപ്പോൾ താഴെയുള്ള എന്തിലേക്ക് വെള്ളം കൂടും, നമ്മളുടെ ചാലക്കുടി പുഴയിൽ വെള്ളം കൂടും. അപ്പോഴാണ് നിങ്ങൾ മഴക്കാലത്ത് അതിരപ്പള്ളി വാട്ടർഫോളൊക്കെ ഭയങ്കര ഭീകരമായി വെള്ളം നിറഞ്ഞിട്ട് ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും മഴ കൊണ്ട് വെള്ളം കൂടുന്നു, അതിൻ്റെ ഒപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറമ്പിക്കുളം ഡാം എന്ത് ചെയ്യും, അങ്ങ് തുറക്കും. മനസ്സിലാവുന്നുണ്ടോ? അതും കൂടി കൂടുമ്പോഴാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ് അതിഭീകരമായിട്ടുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും മാറുന്നത്. അല്ലേ? ആലോചിക്കാനായിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ? സംശയങ്ങളില്ലല്ലോ? ഓക്കെ ആണ് ആ ഭാഗത്ത് എന്ന് വിചാരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ഇനി കൺഫ്യൂഷൻസ് ഒന്നും തന്നെ ഉണ്ടാകരുത്. റൈറ്റ്. കടലുണ്ടിപ്പുഴ, ഒലിപ്പുഴ റിവറും വേളിയാർ റിവറും. വേളിയാർ, ഒലിപ്പുഴ ഇങ്ങനെ നമ്മൾ നാട്ടിൽ പറയുള്ളൂ, അത് റിവറാണെന്ന് സൂചിപ്പിക്കാൻ ഈ രണ്ട് പേരുകൾ കൊടുത്തുന്നേ ഉള്ളൂ. ഇത് രണ്ടും കൂടി മേലാറ്റൂര് വന്ന് ജോയിൻ ആകുന്നതിന് ശേഷമാണ് കടലുണ്ടിപ്പുഴ എന്ന തരത്തിലേക്ക് അതിൻ്റെ പേര് മാറുന്നത്. സൈലന്റ് വാലിയുടെ ഒരു വെസ്റ്റേൺ സൈഡ്, പടിഞ്ഞാറൻ ഭാഗത്തു നിന്നാണ് കടലുണ്ടിപ്പുഴയുടെ ഉത്ഭവം. പാലക്കാട്, മലപ്പുറം ജില്ലകളിലൂടെയാണ് കടലുണ്ടിപ്പുഴ ഒഴുകുന്നത്. ഏറനാട്, വള്ളുവനാട് എന്ന് നമ്മൾ പറയാറുള്ള ഏരിയകൾ, ഈ ഏരിയകളിലൂടെയാണ് കടലുണ്ടിപ്പുഴ ഒഴുകി പോകുന്നത്. വളരെ പുരാതനമായിട്ടുള്ള ഒരു പോർട്ട്, തുറമുഖമായിട്ടുള്ള ടിൻഡിസ് എന്ന് പറയുന്ന തുറമുഖം ഈ കടലുണ്ടി പോയിട്ട് ചേരുന്ന ഈ കടലുണ്ടി എന്ന് പറയുന്ന ഏരിയയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കടലുണ്ടിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബേർഡ് സാങ്ച്വറി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രശസ്തമായിട്ടുള്ള പൂന്താനം നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ വീട് കീഴാറ്റൂരാണ്. ഈ മേലാറ്റൂരിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്രാമമാണ് കീഴാറ്റൂർ. മനസ്സിലാവുന്നുണ്ടോ? ഈ പൂന്താനം എന്ന് പറയുന്ന മഹാകവിയുടെ ജനനം കീഴാറ്റൂരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഇൻഫേമസ് ആയിട്ടുള്ള കടലുണ്ടി ട്രെയിൻ ദുരന്തം, ട്രെയിൻ ഡിസാസ്റ്റർ നടന്നത് 22 ജൂൺ 2001 എന്ന് പറയുന്ന സമയത്തായിരുന്നു. കടലുണ്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നെയ്യാർ റിവർ 56 കിലോമീറ്റർ ആണ് നെയ്യാർ റിവറിന്റെ നീളം എന്ന് പറയുന്നത്. നെയ്യാർ റിവറിന്റെ നീളം എന്ന് പറയുന്നത് 56 കിലോമീറ്റർ ആണ്. അഗസ്ത്യമല, അഗസ്ത്യാർകൂടം എന്നൊക്കെ പറയുന്നത് അഗസ്ത്യമലയുടെ ഭാഗമായിട്ട് അവിടെ നിന്നാണ് ഒറിജിൻ. പൂവാർ എസ്റ്റോറിയിലാണ് വന്നിട്ട് നെയ്യാർ റിവർ എന്ത് ചെയ്യുന്നത്, അത് വെള്ളം കടലിലേക്ക് ചേരുന്നത്. തിരുവനന്തപുരം ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ഇറ്റ് ഈസ് ദ സദേൺ മോസ്റ്റ് റിവർ ഓഫ് കേരള. കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നദിയാണ് നെയ്യാർ റിവർ. കല്ലാറ്, മുല്ലയാറ്, കരവളിയാറ് എന്നിവയെല്ലാം നെയ്യാറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് അറിയപ്പെടുന്നു. ശ്രീനാരായണ ഗുരു തൻ്റെ ശിവൻ പ്രതിഷ്ഠ നടത്തിയ വളരെ പ്രശസ്തമായിട്ടുള്ള അരുവിപ്പുറം എന്ന് പറയുന്ന ആ മണൽപ്പുറം നെയ്യാർ റിവറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെ? വളരെ അതിശക്തമായിട്ട് അദ്ദേഹം ഞാനിവിടെ ഈഴവ ശിവനെ ഇതാ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുകയാണ്. അല്ലെ? പലരും ചോദിച്ചു അദ്ദേഹത്തിന് എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു പ്രതിഷ്ഠ നടത്താൻ സാധിക്കുക, അത് ബ്രാഹ്മണർക്കല്ലേ സാധിക്കുള്ളൂ പ്രതിഷ്ഠ നടത്താൻ ചോദിച്ച സമയത്ത് അത് നിങ്ങളുടെ ശിവനല്ല, ഇത് ആരാണ്, ഇത് ഞങ്ങളുടെ ശിവനാണ്, ഈഴവ ശിവനാണ് എന്ന രീതിയിൽ ശക്തമായൊരു മറുപടി കൊടുക്കുകയൊക്കെ ചെയ്ത് ഈ അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ആയിരുന്നു. ഇതും എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നെയ്യാറിൻ്റെ തീരത്താണ് ഒരു ക്രൊക്കഡൈൽ സാങ്ച്വറി ഉണ്ട്. മരിച്ചുപോയില്ലേ സ്റ്റീവ് ഇർവിൻ, മരിച്ചുപോയി അദ്ദേഹം. സ്റ്റീവ് ഇർവിൻ്റെ പേരിലുള്ള ക്രൊക്കഡൈൽ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്, ഒരു ക്രൊക്കഡൈൽ സാങ്ച്വറി റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നൊക്കെ പറയാം. ഇതും ഇവിടെ തന്നെയാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പോയാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കബിനി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? വയനാട്, വയനാടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു തൊണ്ടാർമുടി എന്ന് പറയും. തൊണ്ടാർമുടിയുടെ അവിടെയാണ് കബിനി റിവർ എന്ത് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് ഏതിൻ്റെ ഭാഗമാണ്? പക്രാംതളം ഹിൽസ് എന്ന് പറയും. അതായത് നമ്മുടെ വയനാട്ടിലേക്ക് കടക്കാൻ, നമ്മുടെ പാലക്കാട് ഗ്യാപ്പ് എന്നൊക്കെ പറയും, അതുപോലെ വയനാട്ടിലേക്ക് കടക്കാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെയാണ് ഈ പക്രാന്തളം എന്ന് പറയുന്ന ഈ ഒരു ഏരിയ അവിടെയാണ്. ഈ പക്രാന്തളത്തിന്റെ അവിടെയുള്ള ഹിൽസ് ഉണ്ട്, അവിടെയാണ് ഈ തൊണ്ടാർമുടി. ഇതൊക്കെ അടുത്തടുത്താണ്. ഈ ഭാഗത്ത് നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? വയനാട്ടിൽ നിന്ന് കബിനി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ആലോചിക്കാനായിട്ട് പ്രത്യേകം എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. പനമരം റിവറും അതുപോലെ തന്നെ മാനന്തവാടി റിവറും ഒന്നിച്ച് ചേർന്നിട്ടാണ് കബനി റിവറായിട്ട് എന്ത് ചെയ്യുന്നത്, പിന്നീട് ഒഴുകുന്നത്. കേരളത്തിൽ ഏതാണ്ട് 56-57 കിലോമീറ്റർ നീളമാണ് കബനി റിവറിന് ഉള്ളത്. കബനി റിവറിന്റെ ടോട്ടൽ ലെങ്ത്തുമായി ബന്ധപ്പെട്ട് ഒരു കൺഫ്യൂഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ടോട്ടൽ ലെങ്ത് 240 കിലോമീറ്റർ എന്നൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സോഷ്യൽ മീഡിയയിലല്ല, നമ്മുടെ ഗൂഗിളിലും അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ PSCയുടെ തലത്തിൽ പണ്ടത്തെ
പുസ്തകങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത് 234 കിലോമീറ്റർ എന്നാണ് PSCയുടെ തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 240 കിലോമീറ്റർ എന്ന അളവ് നമുക്ക് കാണാനായിട്ട്, നമുക്ക് വ്യാപകമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി കബനി റിവർ എന്ത് ചെയ്യുകയാണ്, ഇത് വയനാടിൽ നിന്ന് മൈസൂർ ഡിസ്ട്രിക്റ്റിലേക്ക് കിടക്കുകയാണ്, കർണാടകത്തിലേക്ക്. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഒഴുകുന്ന ഒരേ ഒരു നദി, ഒരൊറ്റ നദിയേ ഉള്ളൂ, അത് കബിനി മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? കബിനി റിവർ മാത്രമാണ് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഒഴുകുന്ന ഒരേ ഒരു നദി. ഇത് എന്നിട്ട് പോയിട്ട് എവിടെയാണ് ചേരുന്നത്? കാവേരി റിവറിലാണ് പോയിട്ട് ചേരുന്നത്. ഇത് കർണാടകയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് അറിയപ്പെടുന്ന ഒരു പേര് കപില എന്ന പേരിലാണ്. കബിനി റിവർ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? കപില എന്ന പേരിലാണ്. പിന്നെ കബനി ഫോറസ്റ്റ് റിസർവ് വളരെ ഫേമസ് ആണ്, ട്രക്കിംഗ് ഒക്കെ നടത്താൻ സാധിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ട്രക്കിംഗ് നടത്താൻ പറ്റുന്ന സ്ഥലമാണ് ഈ കബനി ഫോറസ്റ്റ് റിസർവ്. ഇത് നാഗർഹോൾ നാഷണൽ പാർക്കിന്റെ ഒരു എന്താ പറയുക, ഇങ്ങോട്ട് സദേൺ, ഈ ഒരു ഈസ്റ്റേൺ സദേൺ ആ ഏരിയയിലാണ് ഇത് കിടക്കുന്നത്. ഈസ്റ്റേൺ ഏരിയ കറക്റ്റ് ഏരിയ എനിക്ക് ഓർമ്മയില്ല, വെസ്റ്റേൺ ഓർമ്മയില്ല. നാഗർഹോൾ നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടാണ് കബനി ഫോറസ്റ്റ് റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് കബനി റിവർ. ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് കബനി റിവർ. ബാണാസുര സാഗർ ഡാം, കുറുവ ഐലൻഡ് എന്നിവയൊക്കെ കബനി റിവറുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാണാസുര സാഗർ ഡാമും കുറുവ ഐലൻഡും ഒക്കെ കബനി റിവറുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഭവാനി റിവർ. ഭവാനി റിവർ അടിസ്ഥാനപരമായിട്ട് 217 കിലോമീറ്റർ ആണുള്ളത്. ഇതിൽ 37.5 കിലോമീറ്റർ ആണ് കേരളത്തിലുള്ളത്. നീലഗിരി ഹിൽസിന്റെ അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ഒരു നദി ഒഴുകിയിട്ട് സൈലന്റ് വാലിയിലേക്ക് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അട്ടപ്പാടി പ്ലേറ്റൂയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. അട്ടപ്പാടി പ്ലേറ്റൂ കൂടെ ഒഴുകിയിട്ട് ഈ പാലക്കാട് ജില്ലയിലോ പാലക്കാട്, അതായത് നീലഗിരി ഹിൽസ് എന്ന് പറയുമ്പോൾ ഏതാണ്? തമിഴ്നാടിന്റെ ഭാഗമാണ് അല്ലേ. എന്നിട്ട് സൈലന്റ് വാലിയിലേക്ക് വരുമ്പോൾ എന്തായി? കേരളത്തിലേക്ക് വന്നു അല്ലേ. എന്നിട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കൂടെ ഒഴുകിയിട്ട് അത് എങ്ങോട്ട് തന്നെ പോവും? അത് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു. അതുകൊണ്ട് തമിഴ്നാട്ടിൽ തുടങ്ങി കേരളത്തിലേക്ക് കയറി പിന്നീട് തമിഴ്നാട്ടിലേക്ക് തന്നെ ഇറങ്ങി പോകുന്ന ഒരു നദിയാണ് ഭവാനി നദി. ആൻഡ് ഇറ്റ് ജോയിൻസ് കാവേരി അറ്റ് എവിടെയാണ്? കൂടത്തുറയിലാണത് കാവേരിയുമായിട്ട് എന്ത് ചെയ്യുന്നത്? കണക്ട് ആവുന്നത്. ഇനി അതുപോലെ തന്നെ ഏതാണ്? വറഗാർ റിവർ, കുണ്ടാ റിവർ, ശിരുവാണി അറിയാലോ, ശിരുഗാർ റിവർ. അതുപോലെ തന്നെ ഏതാണ്? കൊടുങ്കരപ്പള്ളം റിവർ, കൂനൂർ റിവർ, മോയാർ റിവർ. ഇതെല്ലാം ഭവാനിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഭവാനി സാഗർ ഡാം, കൊടിവേറി ഡാം, മുക്കാലി ഡാം, ഇതെല്ലാം ഭവാനി റിവറിലുള്ള പ്രധാനപ്പെട്ട ഡാമുകളുമാണ്. ഇനി പാമ്പാർ 25 കിലോമീറ്റർ നീളമാണ് കേരളത്തിൽ ഒഴുകുന്നത്. 31 ആനമുടി ഹിൽസിന്റെ അവിടെ നിന്ന്, ദേവികുളം താലൂക്കിൽ ആനമുടി ഹിൽസിന്റെ അവിടെയാണ് ഉത്ഭവം. തലയാർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? തലയാർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാമ്പാർ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ തലയാർ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന നദി ഏത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് പാമ്പാർ ആണ് എന്ന് ചെയ്യുക, ആലോചിക്കുക. ദേവികുളത്തിലെ, ഇനി ചിലപ്പോൾ ഒരു വാക്ക് കൂടി തരാം, അത് ബെൻമോർ എന്നാണ്. എന്താണ്? ബെൻമോർ എന്ന പേര് തന്നാലും എന്ത് നിങ്ങൾ ആലോചിക്കുക, അത് പാമ്പാർ ആണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഇറ്റ് ജോയിൻസ് കാവേരി ഒബ്വിയസ്ലി. അതായത് കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും പോയിട്ട് എന്തിലാ ചേരുന്നത്? കാവേരിയിലാണ് ചേരുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന എല്ലാ 3 നദികളും കാവേരിയിലേക്കാണ് പോയി ചേരുന്നത്. ഇനി ഇറ്റ് ഫ്ലോസ് ത്രൂ ഇരവികുളം നാഷണൽ പാർക്ക് ആൻഡ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ, ഇരവികുളം നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഇറ്റ് മേർജസ് വിത്ത് ചിന്നാർ അറ്റ് കോട്ടാർ. കോട്ടാറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ചിന്നാർ എന്ന് പറയുന്ന നദിയിലേക്ക് എന്താണ് ഇത് പോയി ചേരുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് കടന്ന് എന്താണ് അവിടുത്തെ കുറച്ച് ആളുകൾ കൂടി വന്ന് ചേരുന്നതോടുകൂടി ഇത് അമരാവതി റിവർ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. തൂവാനം വാട്ടർഫാൾസ് പാമ്പാർ റിവറിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മറക്കരുത്, ഒക്കെ ഫാക്റ്റുകളാണ്, ഓർത്ത് വെക്കുക. കേരളത്തിലെ ലാർജസ്റ്റ് റിവർ പെരിയാറാണ്. സ്മോളസ്റ്റ് റിവർ എന്ന് പറയുന്നത് മഞ്ചേശ്വരം റിവർ ആണ്. ഇത് ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? തലപ്പാടിപ്പുഴ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. 16 കിലോമീറ്റർ മാത്രമാണ് മഞ്ചേശ്വരം റിവറിന്റെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബംഗ്രമഞ്ചേശ്വർ, ഏതാണ്? ബംഗ്രമഞ്ചേശ്വർ എന്ന് പറയും. ഉപ്പള ബാക്ക് വാട്ടേഴ്സ്, ഇവിടെ വന്നിട്ടാണ് ആര് വന്ന് ചേരുന്നത്? മഞ്ചേശ്വരം റിവർ വന്ന് ചേരുന്നത്. മനസ്സിലാണ്ടോ? ബംഗ്രമഞ്ചേശ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബംഗ്രം ഒരു അപ്പുറത്തെ ഏരിയ ആണ്, മഞ്ചേശ്വർ എന്നത് ഇപ്പുറത്തെ ഏരിയ ആണ്. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഏരിയ, അതിന്റെ നടുക്കോടെയാണ് ഈ മഞ്ചേശ്വരം റിവർ ഒഴുകി പോകുന്നത്. അപ്പോൾ ഒന്ന് ചേർത്ത് ബംഗ്രമഞ്ചേശ്വർ എന്ന് വിളിക്കാം. ഉപ്പള ബാക്ക് വാട്ടേഴ്സ് എന്നും പറയാം. മഞ്ചേശ്വരം റിവർ പോയി ചേരുന്ന, അല്ലെങ്കിൽ തലപ്പാടിപ്പുഴ പോയി ചേരുന്ന സ്ഥലം എന്ന് പറയുന്നത്. മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ നമ്മൾ ഓൾറെഡി പഠിച്ചു, കല്ലായി റിവർ. പലതവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. കേരളത്തിൽ മേജർ റിവറുകളില്ല. ദർ ആർ നോ മേജർ റിവേഴ്സ് ഇൻ കേരള. മേജർ റിവർ വരണമെന്നുണ്ടെങ്കിൽ കാച്ച്മെന്റ് ഏരിയ മോർ ദാൻ 20,000 സ്ക്വയർ കിലോമീറ്റർ വരണം. മീഡിയം റിവറുകൾ എന്ന് പറയുന്നത് 2000 മുതൽ 20,000 വരെ സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ കാച്ച്മെന്റ് ഏരിയ. അങ്ങനെ 4 റിവറുകൾ നമുക്കുണ്ട്. ബാക്കിയെല്ലാം 40 നദികളും ബാക്കി മൈനർ റിവറുകളാണ്. ലെസ് ദാൻ 2000 സ്ക്വയർ കിലോമീറ്റർ കാച്ച്മെന്റ് ഏരിയകൾ മാത്രമുള്ള നദികളാണ് നമുക്ക് സ്വന്തമായിട്ട് ഉള്ളത്. ഇനി അവസാനമായിട്ട് റിവർ ഫ്ലോയിങ് അറൌണ്ട് കാസർഗോഡ് ഇൻ യു ഷേപ്പ് എന്ന് പറയുന്നത്
ചന്ദ്രഗിരി പുഴയാണ്. ഈ ചന്ദ്രഗിരി പുഴയാണ് പുരാതന കാലത്ത് പയസ്വിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യേകം ഓർക്കുക. ഇനി കല്ലടയാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുളത്തൂപ്പുഴയിൽ നിന്നാണ് കല്ലടയാറിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. പാലരുവി വാട്ടർഫാൾസ് നമുക്ക് കല്ലടയാറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അഷ്ടമുടി ലേക്കിലേക്കാണ്, അഷ്ടമുടി ശുദ്ധജല തടാകമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് അഷ്ടമുടി തടാകം. അഷ്ടമുടി തടാകത്തിലേക്കാണ് ഇത് വന്ന് ഡ്രെയിൻ ചെയ്യുന്നത്. ഡ്രെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ വന്ന് വീഴുന്നത്. പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് 877 പണിയുന്നത് കല്ലടയാറിന് കുറുകെയായിരുന്നു. കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റാണ് കേരളത്തിലെ ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നദികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് ഇൻഡിവിജ്വൽ ഫാക്റ്റുകൾ, അവയുടെ ചില പേരുകൾ അങ്ങനെ പഠിക്കാനുണ്ട്. അത് നമ്മൾ പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ട് അവിടെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഫാക്റ്റുകളാണ്. ഫാക്റ്റ് പഠിക്കേണ്ടതാണ്. അത് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു എവരിവൺ.